കഥ തുടരുന്നു. കരുണാകരൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഗോകുൽ. അയാൾ പക്ഷേ ബാക്കി പറയാൻ മടിക്കുന്നത് പോലെ അവന് തോന്നി. ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഗോകുൽ പറഞ്ഞു. പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, കരുണാകരൻ തുടർന്നു. പറഞ്ഞാൽ ഒത്തിരി വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയൊരിക്കൽ തമ്മിൽ കാണുകയാണെങ്കിൽ അന്നാവാം. മാത്രമല്ല, ഞാൻ പറഞ്ഞു ബോറടിപ്പിച്ചത് കൊണ്ടാവാം മീനാക്ഷിയമ്മ അസ്വസ്ഥയാകുന്നത് കണ്ടില്ലേ? മീനാക്ഷിയമ്മ മിണ്ടിയില്ല. പിന്നെ കാണാം. കരുണാകരൻ മീനാക്ഷിയമ്മയെ ഒന്നുകൂടി നോക്കിയിട്ട് ക്രച്ചസ് ഊന്നി നടന്നുപോയി. മീനാക്ഷിയമ്മയ്ക്ക് ശ്വാസം നേരെയായത് അപ്പോൾ മാത്രമാണ്. അവർ തിടുക്കത്തിൽ എഴുന്നേറ്റു. ഗോകുൽ പോകാം. മീനാക്ഷിയമ്മ ആദ്യം ഇറങ്ങി. ഗൂഢമായൊരു പുഞ്ചിരിയോടെ ഗോകുലും. ഭക്ഷണം കഴിച്ച് തിരികെ വന്ന ദാസപ്പൻ എണ്ണപ്പനയ്ക്ക് ചുറ്റുമുള്ള സിമൻറ്റ് കെട്ടിലിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു. മീനാക്ഷിയമ്മയെ കണ്ട് സിഗരറ്റ് വലിച്ചെറിഞ്ഞ് അയാൾ വേഗം ഡോർ തുറന്നു കൊടുത്തു. അസ്വസ്ഥമായ മനസ്സോടെ മീനാക്ഷിയമ്മ കയറി. പിന്നാലെ ഗോകുലും. അച്ചാറ് കമ്പനിയുടെ മുറ്റത്ത് കാർ നിന്ന ഉടൻ മീനാക്ഷിയമ്മ ഇറങ്ങി അകത്തേക്ക് നടന്നു. അമ്മേ, ഞാൻ ടൗണിലൊന്ന് പോകുകയാ. വൈകുകയാണെങ്കിൽ ആ വഴി വീട്ടിലേക്ക് പോകും. ആ ശരി. വാച്ചർ തുറന്നു പിടിച്ച വാതിൽ വഴി മീനാക്ഷിയമ്മ അകത്തേക്ക് പോയി. ഓഫീസ് റൂമിലെ കസേരയിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു മീനാക്ഷിയമ്മ. കഴുത്തിലെയും മുഖത്തെയും വിയർപ്പൊപ്പിക്കൊണ്ട് അവർ മേശപ്പുറത്തിരുന്ന ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് കുടിച്ചു. പിന്നെ ഇൻ്റർകോം വഴി മാനേജർ രാമസ്വാമിയെ വിളിച്ചു. സ്വാമി എത്തുമ്പോൾ കണ്ണടച്ച കസേരയിൽ ചാരിയിരിക്കുകയാണ് മീനാക്ഷിയമ്മ. പാദപതനം കേട്ടപ്പോൾ അവർ കണ്ണു തുറന്നു. ആ, സ്വാമി ഇരിക്കേ. എന്തോ പന്തിക്കോടുണ്ടെന്ന് സ്വാമിക്കും തോന്നി. സംശയത്തോടെ അയാളിരുന്നു. ഹോട്ടൽ ഹൈവേ പാലസ് കരുണാകരൻ്റേതായിരുന്നെന്ന് സ്വാമിക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ അയാൾ പരിങ്ങി. അപ്പോൾ അറിയാമായിരുന്നു അല്ലേ? മാഡം, ഞാൻ പിന്നെ എന്താണ് താൻ എന്നോട് ഇതുവരെ പറയാതിരുന്നത്? സ്വാമി മുഖം കുനിച്ചു. എനിക്ക് അവൻ്റെ സെൽ നമ്പർ വേണം, കരുണാകരൻ്റെ. ഞാൻ ശ്രമിക്കാം മാഡം. രാമസ്വാമി എഴുന്നേറ്റു. അരമണിക്കൂറിനുള്ളിൽ അയാൾ കരുണാകരൻ്റെ സെൽ നമ്പർ കൊണ്ടുവന്ന് മീനാക്ഷിയമ്മയെ ഏൽപ്പിച്ചു. സ്വാമി പോയിക്കോളൂ. പല്ലിഞ്ഞരിച്ചുകൊണ്ട് മീനാക്ഷിയമ്മ ആ അക്കങ്ങളിലേക്ക് നോക്കി. മീനാക്ഷിയമ്മ തൻ്റെ ഫോണെടുത്ത് സ്വാമി കൊണ്ടുകൊടുത്ത അക്കങ്ങളിൽ കുത്തി. ബെൽ പകുതിയായതും മുഴക്കമുള്ള ശബ്ദം കേട്ടു. യെസ്, കരുണാകരൻ. നിന്റെ ഉദ്ദേശം എന്തായാലും അത് നടക്കത്തില്ല കരുണാകര, മീനാക്ഷിയമ്മ ചീറി. പേര് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ആളിനെ മനസ്സിലായി. അപ്പുറത്ത് കരുണാകരൻ്റെ ചിരി. ഏത് നിമിഷവും മീനാക്ഷിയമ്മയുടെ ഒരു കോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഓഹോ, അപ്പോൾ നീ കണക്ക് കൂട്ടി കൊണ്ട് തന്നെയാണ് അല്ലേ? അവർ പല്ലിഞ്ഞരിച്ചു. എന്താ സംശയം? ഈ ഒറ്റ കാലം വെച്ചുകൊണ്ട് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് കണക്ക് കൂട്ടലുകളില്ലാതെയാണോ? ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല ഞാൻ. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മീനാക്ഷിയമ്മ വെറും വട്ടപൂജ്യമാ, മറക്കണ്ട. അതുവരെ നിനക്ക് ആയുസ്സുണ്ടെങ്കിലല്ലേ. ഇനി പേടിപ്പിക്കല്ലേ മീനാക്ഷിയമ്മേ. കരുണാകരൻ ഭയപ്പെടുന്ന കാലം എന്നേ കഴിഞ്ഞു പോയി. ഇനി ഭയപ്പെടുത്തുന്ന കാലമാണ്. നിങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ തിരിച്ചു വാങ്ങും. ഒന്നുമില്ലാത്തവളായി നിങ്ങൾ നടക്കുന്നത് ഞാൻ കാണും. അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും. എൻ്റെ ജീവിതം അതിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. നീ നീ മീനാക്ഷിയമ്മ എന്തോ പറയാൻ ഭാവിച്ചു. പക്ഷേ അപ്പുറത്ത് ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു. മീനാക്ഷിയമ്മ ഗോകുലത്തിൽ മടങ്ങിയെത്തും മുമ്പ് ഗോകുൽ അവിടെ എത്തി. മീര കിടക്കുകയായിരുന്നു. അവൻ കയ്യിൽ കരുതിയിരുന്ന ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് അവൾക്ക് കൊടുത്തു. എന്താ ഇത്? തുറന്നു നോക്ക്. അവൾ അതിനുള്ളിൽ നിന്ന് ഒരു സാരി എടുത്തു. കൊള്ളാമോ? ഇന്നെന്താ ഇത് വാങ്ങാനുള്ള പ്രത്യേകത? അവൾ സാരി മടിയിൽ വെച്ചു. ഒത്തിരി പ്രത്യേകതകളുള്ള ദിവസമാണിന്ന്. അവൻ അവളുടെ അടുത്തിരുന്നു. അവനിൽ നിന്ന് മദ്യത്തിൻ്റെ നേരിയ ഗന്ധം പരന്നു. ഗോകുൽ കുടിച്ചിട്ടുണ്ടല്ലേ? മീര മുഖം വീർപ്പിച്ചു. അല്പം. അവൻ ചിരിച്ചു. ഇന്നത്തെ ദിവസം കുടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ കുടിക്കേണ്ടത്? ആത്മനിന്ദ കലർന്ന ഒരു ചിരിയോടെ അവൻ തലയാട്ടി. ഗോകുൽ എന്ന ഞാൻ ഭൂജാതനായ ദിവസമാണിന്ന്. പിറന്നാൾ? മീരയുടെ കണ്ണുകൾ വികസിച്ചു. ഒന്നത്. രണ്ടാമത്തേത് ഇവിടുത്തെ യക്ഷിയിലെ മീനാക്ഷിയമ്മ. അവർ എൻ്റെ അച്ഛൻ്റെ കാൽ വെട്ടിച്ചതും ഇതേ ദിവസം തന്നെയാണ്. ഒരു മാത്രം തരിച്ചിരുന്നു പോയി മീര. പക്ഷേ പെട്ടെന്ന് സ്വബോധം ഉണ്ടായതുപോലെ അവൾ അവൻ്റെ വായ് പൊത്തി. ഗോകുൽ, പതുക്കെ, മറ്റാരും കേൾക്കണ്ട. ഗോകുലിൻ്റെ തല കുനിഞ്ഞു. അവൾ അവൻ്റെ താടി പിടിച്ചുയർത്തി. ഇക്കാര്യമൊക്കെ ഗോകുൽ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ ഹോട്ടലിൽ പോയി അച്ഛനെ കണ്ടു. അച്ഛൻ ഇതൊക്കെ പറഞ്ഞപ്പം ഇവിടുത്തെ രാക്ഷസിയുടെ മുഖം നീ ഒന്ന് കാണേണ്ടതായിരുന്നു. അവൻ്റെ നാവ് കുഴഞ്ഞു. കൊല്ലും ഞാൻ അവരെ, രാക്ഷസിയെ. ദുഷ്ടയാ, വഞ്ചകിയാ. അവൻ കട്ടിലിലേക്ക് ചാഞ്ഞു. മീര അവൻ്റെ കാലുകൾ ഉയർത്തി നേരെ വെച്ചു കൊടുത്തിട്ട് ദീർഘമായി നിശ്വസിച്ചു. വൈകിട്ട് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മീനാക്ഷിയമ്മ ഗോകുലിനോട് പറഞ്ഞു. മോനെ, ഉത്രമോളെ നാളെ ഡിസ്ചാർജ് ചെയ്യും. നല്ല കാര്യം. നമുക്ക് രാവിലെ തിരുവനന്തപുരത്തിന് പോകണ്ടേ? വേണം. മീനാക്ഷിയമ്മ ഒന്ന് നിർത്തി. ഉത്രമോളിങ് വന്നു കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെങ്കിലും കൂടെ വേണ്ടേ? ഇടങ്ങണ്ണിട്ട് അവർ ഗോകുലിനെ നോക്കി. നമുക്കൊരു വേലക്കാരിയെ വെച്ചാലോ മോനെ? അതിൻ്റെ ആവശ്യം എന്താ അമ്മേ? മീരയല്ലേ ഇവിടെ ഉള്ളത്, അവൾ നോക്കട്ടെ. ഗോകുലിൻ്റെ മറുപടി മീനാക്ഷിയമ്മയ്ക്ക് നന്നേ സുഖിച്ചു. പക്ഷേ നമ്മൾ പറഞ്ഞാൽ അവൾ അനുസരിക്കുമോടാ? അനുസരിക്കാതെ പിന്നെ? അവൾ നരകിക്കണം, നമ്മൾ നരകിപ്പിക്കണം അമ്മേ.
സന്തോഷം ഉള്ളിലൊതുക്കി മകൻ്റെ മനസ്സിലിപ്പോൾ ഒന്നുകൂടി അറിയാൻ മീനാക്ഷിയമ്മ ശ്രദ്ധിച്ചു. അവള് പ്രഗ്നൻ്റ് അല്ലേടാ? അതിനെന്താ, അടുത്ത മാസമല്ലേ ഡേറ്റ്? ആ നേരത്തെ എന്ത് വേണമെന്ന് നമുക്ക് അപ്പോൾ ആലോചിക്കാം. മീനാക്ഷിയമ്മയ്ക്ക് സന്തോഷമായി. അവർ പിന്നെയും എന്തോ പറയുവാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മീര അങ്ങോട്ട് വന്നത്. എന്നെ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യിക്കാമെന്ന് അമ്മയും മോനും കൂടി വിചാരിക്കേണ്ട. മീരേ, ഗോകുൽ അമ്പരപ്പ് ഭാവിച്ചു. നീ എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു അല്ലേ? അതെ, ഒട്ടും കൂസാതെ അവൾ പറഞ്ഞു. പുത്രയെ ശുശ്രൂഷിക്കണമെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും ഉണ്ട്, അല്ലെങ്കിൽ ഈ തറവാട്ടിലെ ബാക്കിയുള്ളവരുണ്ട്. ഏതായാലും എന്നെ കിട്ടത്തില്ല. അമ്മയും മോനും കൂടി ആ വച്ച വെള്ളം അങ്ങ് വാങ്ങിയേര്. എടി, മീനാക്ഷി അമ്മ ചാടി എഴുന്നേറ്റു. അടിച്ച് നിന്റെ പല്ല് കൊഴിക്കും ഞാൻ. എന്നാൽ അമ്മയൊന്ന് തല്ലിക്കേ, ഞാനൊന്ന് കാണട്ടെ, വെല്ലുവിളിക്കുകയായിരുന്നു മീര. മീനാക്ഷി അമ്മ പതറിപ്പോയി. അമ്മയോട് എങ്ങനെയാണ് മീരെ സംസാരിക്കുന്നത്? മാപ്പ് പറയടി, ഗോകുൽ കഴിച്ചുകൊണ്ടി. ഞാൻ മാപ്പ് പറയണമെന്ന് അമ്മ തന്നെ പറയട്ടെ. പറഞ്ഞാൽ ഞാനങ്ങനെ ചെയ്തോളാം. മീര ചിരിച്ചു. മീനാക്ഷി അമ്മയ്ക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയായി. മീര ഗോകുലിനോട് വല്ലതും പറഞ്ഞു പോയാൽ. ഞാൻ മാപ്പ് പറയണ അമ്മേ, മീര വീണ്ടും തിരക്കി. എന്നോട് നീ മിണ്ടുക പോലും വേണ്ട. മീനാക്ഷി അമ്മ എഴുന്നേറ്റ് പോയി. മീരയെ നോക്കി ഒന്ന് കണ്ണിറുക്കിയിട്ട് ഗോകുലും പോയി. അല്പം കഴിഞ്ഞ് അവളും ചെന്ന് മുറിയിൽ കയറി വാതിൽ ചാരി. ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ ഗോകുൽ? എവിടെ, കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അവനൊന്ന് പരുങ്ങി. മറ്റൊരാളുടെ കുട്ടി നിൻ്റെ വയറ്റിലില്ലായിരുന്നെങ്കിൽ? അവൾ അമ്പരുന്നു. എന്തേ? എൻ്റെ ഒപ്പം നിൽക്കാനും യുദ്ധം ചെയ്യാനും നീ എൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ? മീരയുടെ നെഞ്ചിലും ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. അതിന് ആളുണ്ടല്ലോ, ശർമിള. ഇനിയുമോ? എന്താ സംശയം? ഗോകുൽ നോക്കിക്കോ, ശർമിള ഗോകുലിനുള്ളത് തന്നെയാ. ഗോകുൽ മിണ്ടിയില്ല. എന്താ സംശയമുണ്ടോ? അവൾ തിരക്കി. ഉണ്ട്. കാരണം ഒരു പക്ഷിയെ പോലെ ചിറകടിച്ച് പറക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ നടക്കുമോ? പറക്കണമെങ്കിൽ ഇന്ന് മനുഷ്യന് ചിറകിൻ്റെ ആവശ്യമില്ലല്ലോ. അവൾ അവൻ്റെ മുടിയിൽ മൃദുവായി ഒന്ന് തഴുകി. ഒക്കെ നടക്കും ഗോകുൽ. ഗോകുൽ വെറുതെ തലയാട്ടി. ആ രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല മീനാക്ഷി അമ്മയ്ക്ക്. മീരയുടെ ഉള്ളിൽ ആ രഹസ്യം ഇരിക്കുന്നിടത്തോളം കാലം തനിക്ക് അവളെ എതിർക്കാൻ കഴിയില്ല. അസ്വസ്ഥതയോടെ മീനാക്ഷി അമ്മ എഴുന്നേറ്റിരുന്നു. മുറിയിലെ ലൈറ്റ് തെളിച്ചു. കൈകൾ നെഞ്ചിൽ കെട്ടി മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മീര ഈ വീട്ടിൽ കഴിയുന്നത് ഇവിടെ ഒരു ബോംബ് ഇരിക്കുന്നതിന് തുല്യമാണ്. താൻ അവളെ എതിർത്താൽ, അവളെല്ലാ സത്യങ്ങളും ഗോകുലിനോട് പറഞ്ഞാൽ, അതോടെ എല്ലാം തകിടം മറിയും. അതല്ലെങ്കിൽ അവൾ എന്ത് പറഞ്ഞാലും ഗോകുൽ വിശ്വസിക്കരുത്. അത്തരത്തിൽ അവരെ തമ്മിൽ തെറ്റിക്കണം. കുറച്ചു നേരത്തെ നടത്തത്തിന് ശേഷം അവർ നിന്നു. പിന്നെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നിറങ്ങി. രാധികയുടെ വാതിലിൽ ചെന്ന് തട്ടി. അകത്ത് ലൈറ്റ് തെളിഞ്ഞു. വാതിൽ തുറന്ന രാധിക അമ്മയെ മുന്നിൽ കണ്ടപ്പോൾ നെറ്റി ചുളിച്ചു. എന്താമ്മേ? ചുണ്ടിന് മുകളിൽ ചൂണ്ടുവിരൽ അമർത്തിയിട്ട് അവർ പറഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ എൻ്റെ കൂടെ വാ, ലൈറ്റ് അണച്ചേര്. രാധിക ലൈറ്റ് അണച്ചിട്ട് അമ്മയോടൊപ്പം അവരുടെ മുറിയിലെത്തി. മീനാക്ഷിയമ്മ വാതിലടച്ച് കൊളുത്തിട്ടു. നീ ഇരിക്കേ. സംശയത്തോടെ രാധികയായിരുന്നു. മീര തന്നെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ രഹസ്യമൊക്കെ അവർ മകളോട് പറഞ്ഞു. കമലയ്ക്കും ശാന്തയ്ക്കും കുട്ടികൾക്കുമൊന്നും ഈ രഹസ്യം അറിയില്ലല്ലോ. അതുപോലെ ഗോകുലും ഒരിക്കലും ഒന്നും അറിയാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവളെ കൊന്നു കളയുകയേ വേണ്ടത്. രാധിക പല്ലിറുമി. അതെ, അത് തന്നെ വേണം. എങ്കിൽ പിന്നീട് അതേക്കുറിച്ചായി ചിന്ത. മീനാക്ഷിയമ്മ പറഞ്ഞു. ഞങ്ങളെല്ലാം രാവിലെ തിരുവനന്തപുരത്തിന് പോകും. നീ ഇവിടെ ഉണ്ടാവണം. തുടർന്ന് മീനാക്ഷിയമ്മ തന്നെ പദ്ധതി അവതരിപ്പിച്ചു. രാധികയ്ക്കും അത് ഇഷ്ടമായി. ഞങ്ങൾ വൈകിട്ട് വരുമ്പോൾ അവളുടെ ശവമേ കാണാവൂ. യാതൊരു കാരണവശാലും നീ ഞങ്ങൾക്കാർക്കും ഫോൺ ചെയ്യുക പോലും അരുത്. ഗോകുലിന് സംശയം തോന്നും. ശരിയമ്മേ, രാധിക തലയാട്ടി. പിറ്റേന്ന് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയി. ഞാനും ആശുപത്രിയിൽ പോയിട്ട് വരാം മീരെ, ഗോകുൽ പറഞ്ഞു. അവൾ ചിരിച്ചു. മീനാക്ഷി അമ്മയും ശരത്തും ഗോകുലും കമലയും തിരുവനന്തപുരത്തേക്ക് പോകാനൊരുങ്ങി. അതിനിടെ മീനാക്ഷി അമ്മ സൂത്രത്തിൽ ലാൻഡ് ഫോണിൻ്റെ വയർ കട്ട് ചെയ്തു. മീന ഗോകുലിനെ വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ രാധികയും മീരയും മാത്രം ഗോകുലത്തിൽ ബാക്കിയായി. അടുക്കളപ്പണിയിലായിരുന്നു മീര. തനിക്കുള്ള അവസരം വരുന്ന കാത്ത് രാധികയായിരുന്നു. വൈകിട്ട് 6 മണിയായി. വീട്ടിൽ നിന്നും പുറപ്പെട്ട സംഘം ഉത്രയെയും കൊണ്ട് മടങ്ങിയെത്തി. കാറിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ മീനാക്ഷി അമ്മയുടെ നെഞ്ചിടിപ്പിന് വേഗതയേറി. ആദ്യം വാതിൽ തുറക്ക്, പിന്നെ ഉത്രമോളെ ഇറക്കിയാൽ മതി, പ്രസാദ് പറഞ്ഞു. രേഷ്മ ചെന്ന് വാതിൽ തള്ളി. അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൾ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൽ അമർത്തി. ആരും വന്ന് വാതിൽ തുറന്നില്ല. ഇവിടെയുള്ളവരെല്ലാം ചത്തുപോയോ? മീനാക്ഷി അമ്മയ്ക്ക് ദേഷ്യം വന്നു. അവർ വാതിൽ ആഞ്ഞിടിച്ചു. മീരെ, രാധികയെ. പ്രതികരണമൊന്നുമില്ല. അവർക്ക് സംശയമായി. എല്ലാവരും എവിടെ പോയി? ഗോകുൽ അടുക്കള ഭാഗത്തേക്ക് പോയി നോക്കി. അവിടെ അടച്ചിരിക്കുകയാണ്. പ്രസാദ് ലാൻഡ് ഫോണിലേക്കും രാധികയുടെ ഫോണിലേക്കും വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്, അതും എടുക്കുന്നില്ല. കുട്ടികളും എപ്പോഴേ സ്കൂളിൽ നിന്ന് എത്തേണ്ടതാണല്ലോ.
അവരും എവിടെ പോയി? ശരത്ത് പിറുപിറുത്തു. എന്തോ കുഴപ്പമുണ്ടെന്ന് അതോടെ എല്ലാവർക്കും ബോധ്യമായി. പക്ഷേ അതെന്ത്? അവർ പരസ്പരം പകച്ചു നോക്കി. മീരയോ രാധികയോ എവിടെയെങ്കിലും പോകുമെന്നോ മറ്റോ പറഞ്ഞിരുന്നോ അമ്മേ? ഗോകുൽ മീനാക്ഷി അമ്മയുടെ അടുത്തെത്തി. ഇല്ല, മാത്രമല്ല ഉത്രമോളെ നമ്മൾ ഏത് സമയത്ത് കൊണ്ടുവരുമെന്നും അവർക്ക് അറിവുള്ളതല്ലേ. പിന്നെയും ഉണ്ടല്ലോ കാര്യം, സ്കൂളിൽ നിന്ന് കുട്ടികളും എപ്പോഴേ വന്നു കാണില്ലേ? രേഷ്മയും പറഞ്ഞു. ഇനിയിപ്പം എന്ത് ചെയ്യാനാ? രാധികയാണെങ്കിൽ സെൽഫോൺ എടുക്കുന്നുമില്ല. സാജൻ അസ്വസ്ഥനായി. അടുത്ത വീട്ടുകാരോട് തിരക്കാമെന്ന് കരുതിയാൽ മതിൽക്കെട്ടിന് അപ്പുറത്തുള്ള ആരുമായും ഗോകുലത്തിലുള്ളവർക്ക് യാതൊരു അടുപ്പവുമില്ല താനും. ആംബുലൻസിൽ ഉത്രയുടെ അരികിലായിരുന്ന ശാന്ത പുറത്തേക്ക് തലനീട്ടി. എന്താ സാജേട്ടാ മോളെ ഇറക്കാത്തത്? ഇറക്കിയാൽ മുറ്റത്ത് കിടത്താൻ പറ്റുമോ? വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. സാജന് ദേഷ്യം വന്നു. മീനാക്ഷി അമ്മയാണെങ്കിൽ പുറത്ത് ദേഷ്യവും പരിഭ്രമവും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു മീരയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായെന്ന്. ഇനി ആർക്കും തോന്നാത്ത വിധത്തിൽ അഭിനയിക്കുകയാണ് വേണ്ടത്. മോനെ ഗോകുലേ, മീരയ്ക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടായിരിക്കുകയാണോടാ? ഡേറ്റ് അടുത്ത മാസമാണെങ്കിലും അങ്ങനെയാണെന്ന് ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവളെൻ്റെ മരുമകളായി പോയില്ലേ? ഗോകുലിൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. പെട്ടെന്ന് അവൻ തൻ്റെ സെൽഫോൺ എടുത്തു. ഫോൺ ബുക്കിൽ നിന്ന് ക്രിസ്ത്യൻ മെഡിക്കൽ സെൻ്ററിൻ്റെ നമ്പർ കണ്ടെടുത്തു. ഹലോ, ക്രിസ്ത്യൻ മെഡിക്കൽ? ഒരു യുവതിയുടെ ശബ്ദം. എൻക്വയറിയിലേക്ക് ഒന്ന് കൊടുക്കുമോ? ഒരാളെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനാണ്. ഒരു മിനിറ്റ്. അപ്പുറത്തേക്ക് ലൈൻ നൽകുന്നതിൻ്റെ ഒച്ച. അവിടെയും ഫോൺ എടുക്കപ്പെട്ടു. ഒരു മീര, വീട്ടുപേര് ഗോകുലം. അവിടെ എത്തിയിട്ടുണ്ടോയെന്ന് ഒന്നറിയണം. നോക്കട്ടെ. അല്പം കഴിഞ്ഞ് മറുപടി കിട്ടി. മീര എന്നൊരാളെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഗോകുലത്തിൽ നിന്ന് മറ്റൊരാൾ കാഷ്വാലിറ്റിയിലുണ്ട്. അതാരാ? ഗോകുൽ പുരികം ചൊളിച്ചു. ഒരു സബിത. ഈശ്വര. അവൻ തിരിഞ്ഞ് രേഷ്മയെയും മീനാക്ഷിയമ്മയും ഒന്ന് നോക്കി. എന്താടാ? മീനാക്ഷിയമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു. പറയാം എന്ന് ആംഗ്യം കാണിച്ചിട്ട് ഗോകുൽ വീണ്ടും ഫോണിലൂടെ തിരക്കി. കുട്ടിക്ക് എന്താണ് പ്രോബ്ലം? പോയിസണിനുള്ളിൽ ചെന്നിട്ടുണ്ട്. ഇപ്പോഴെങ്ങനെയുണ്ട്? അതറിയില്ല. കാഷ്വാലിറ്റിയിൽ തിരക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവൻ ഫോൺ ഓഫ് ചെയ്തു. ഇനി പറയടാ, മീരയ്ക്ക് കുഴപ്പമല്ലതും? മീനാക്ഷിയമ്മ അക്ഷമയായി. മീരയ്ക്കല്ല, ശബ്ദമോൾക്കാണ് കുഴപ്പം. അയ്യോ, എൻ്റെ മോൾക്ക് എന്തു പറ്റി? അത് കേട്ട് രേഷ്മയ്ക്ക് വേവലാതിയായി. സത്യം പറയുകയാണ് നല്ലതെന്ന് ഗോകുലിന് തോന്നി. മോളുടെ ഉള്ളിൽ വിഷാംശം കലർന്നിട്ടുണ്ടെന്ന്. എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞ്, എനിക്കിപ്പോൾ അവളെ കാണണം. നിലവിളിച്ചുകൊണ്ട് മറിഞ്ഞു വീഴാൻ പോയ രേഷ്മയെ കമല താങ്ങി. കാര്യമായിട്ടൊന്നും ഉണ്ടായി കാണില്ല രേഷ്മയെ. കടയിൽ നിന്ന് വല്ലതും വാങ്ങിക്കഴിച്ചിരിക്കും. കുട്ടികളല്ലേ? ഇല്ല, എനിക്കെന്തോ അപകടം തോന്നുന്നു. മീനാക്ഷിയമ്മയാവട്ടെ ഒന്നും ശബ്ദിക്കാൻ പോലും കഴിയാതെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ചെക്കന് വെച്ചത് കൊക്കിനെന്ന് പറഞ്ഞതുപോലെയായോ? അമ്മേ, ആശുപത്രിയിൽ പോകണ്ടേ? ഗോകുലിൻ്റെ ചോദ്യമാണ് അവരെ ഉണർത്തിയത്. ശരത് സാജൻ്റെ നേരെ തിരിഞ്ഞു. എങ്ങനെ സാജേട്ടാ? വീടിൻ്റെ കീ രാധികയുടെ കയ്യിലും ആയിരിക്കും. മകളെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്നാണ് സാജൻ ചിന്തിച്ചത്. അപ്പോൾ പ്രസാദ് പറഞ്ഞു, സാജേട്ടനെ ഇവിടെ നിൽക്ക്, ഞാൻ ആശുപത്രിയിൽ പോയി താക്കോലുമായി വേഗം വരാം. മീനാക്ഷിയമ്മയും ശരത്തും കമലയും രേഷ്മയും ഗോകുലും പ്രസാദും അപ്പോൾ തന്നെ 2 കാറുകളിലായി ആശുപത്രിയിലേക്ക് തിരിച്ചു. ശവമാതിരി സീറ്റിൽ പിന്നിലേക്ക് ചാരിയിരിക്കുകയാണ് മീനാക്ഷിയമ്മ. ഗോകുൽ 1-2 വട്ടം അമ്മയെ ശ്രദ്ധിച്ചു. കാറുകൾ ആശുപത്രി മുറ്റത്തെത്തി. ആദ്യം പുറത്തിറങ്ങി അകത്തേക്കോടിയത് രേഷ്മ തന്നെയാണ്. കമലയും അവൾക്കൊപ്പം ചെന്നു. അർദ്ധശങ്കയോടെ മീനാക്ഷിയമ്മ ഏറ്റവും പിന്നിലാണ് പോയത്. അവർ കാഷ്വാലിറ്റിക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു കൂട്ടക്കരച്ചിൽ. കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന സ്ട്രെച്ചറിൽ മൂടി പുതച്ച ഒരു ശരീരം. മീരയും രാധികയും ശരത്തിൻ്റെ മകൾ മേഘയും സാജൻ്റെ മകൻ പ്രിൻസുമായിരുന്നു ആദ്യം കരഞ്ഞത്. അവിടേക്ക് ഓടിയെത്തിയ രേഷ്മ ഒരു നിമിഷം നിന്നു. പിന്നെ സംശയത്തോടെ സ്ട്രെച്ചറിൽ മൂടി പുതപ്പിച്ചിരുന്ന തുണിയുടെ ഒരു അറ്റം ഉയർത്തി നോക്കി. മോളെ, എൻ്റെ പൊന്നെ! ഒരലർച്ച. മകളുടെ ശരീരത്തിന് മീതെ തന്നെ അവൾ ബോധം കെട്ടു വീണു. അമ്മേ, സബിത മോള്! മീനാക്ഷിയമ്മ കണ്ടതും രാധിക കെട്ടിപ്പിടിച്ച് തേങ്ങി. ഗോകുലും ശരത്തുമൊക്കെ ഇനി എന്ത് വേണമെന്നറിയാതെ നിൽക്കുകയാണ്. പ്രസാദ് അകത്തു നിന്നിറങ്ങി വന്നു. രേഷ്മേച്ചി കുറച്ച് സമയം ഇവിടെ വിശ്രമിക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. ശബ്ദമോളെ! ഗോകുൽ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഇവിടെ നിന്ന് പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവർ വരണം. പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഇന്നിനി മോർച്ചറിയിൽ വയ്ക്കുകയേ നിവൃത്തിയുള്ളൂ. നാളെ രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടത് ചെയ്യാം. ഗോകുൽ മെല്ലെ തലയാട്ടി. മിസ്റ്റർ പ്രസാദ്! കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് വന്നു. അവനങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ഡോക്ടർ വിളിക്കുന്നു. ഞാനിപ്പം വരാം ഗോകുൽ. പ്രസാദ് വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഭിത്തിയിൽ ചാരി തളർന്ന് നിൽക്കുകയായിരുന്നു മീര. ഗോകുൽ അവളുടെ അടുത്ത് ചെന്നു. ഓരോ തുള്ളിയായി കണ്ണീർ അവളുടെ കവിളിലൂടെ ചാൽ തീർത്ത് ഒഴുകുന്നുണ്ടായിരുന്നു. ശബ്ദമോൾക്ക് എന്താ മീര സംഭവിച്ചത്? മീര ഒന്നുകൂടി തേങ്ങി.
സത്യത്തിൽ എനിക്കൊന്നും ഇപ്പോഴും പിടികിട്ടുന്നില്ല ഗോകുൽ. സാരി തലപ്പുകൊണ്ട് കണ്ണു തുറച്ചിട്ട് മീര തുടർന്നു. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ 5 മണിയാകുമല്ലോ. അതുകൊണ്ട് എനിക്കും രാധിക ചേച്ചിക്കും മാത്രം ചായയിട്ട് ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചു. കിച്ചണിലെ ഗ്യാസ് സ്റ്റൗവിൽ അരി തിളയ്ക്കുന്നുണ്ടായിരുന്നു. തീ കുറച്ച് വയ്ക്കാനായി ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രാധിക ചേച്ചിയുടെ ചായ കണ്ടില്ല. അപ്പോഴാണ് ശബ്ദമോളുടെ വരവ്. പ്രിൻസിനും മേഘയ്ക്കും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. എങ്കിൽ ഈ ചായ മോള് കുടിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ ചായ ഞാൻ അവൾക്ക് കൊടുത്തു. അത്രയേ എനിക്കറിയൂ. തുടർന്ന് മീര തേങ്ങിക്കരഞ്ഞു. മീനാക്ഷി അമ്മയും രാധികയും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം ഒന്ന് നോക്കിയതല്ലാതെ മിണ്ടിയില്ല. ഗോകുൽ വീണ്ടും മീരയോട് തിരക്കി. പിന്നെ എപ്പോഴാണ് ശബ്ദമോളെ നീ കാണുന്നത്? പ്രിൻസും മേഘയും തിരികെ വന്നു കഴിഞ്ഞ് അവർ നിലവിളിക്കുന്നത് കേട്ടാണ് ഞാനും രാധിക ചേച്ചിയും ഓടിച്ചെന്നത്. അപ്പോൾ ശബ്ദമോള് ചോര ഛർദ്ദിച്ച് തറയിൽ. ആ രംഗം മുന്നിൽ കാണുന്നത് പോലെ മീരയൊന്ന് വിറക്കൊണ്ടു. പ്രിൻസാണ് ഓടിപ്പോയി വണ്ടി വിളിച്ചുകൊണ്ട് വന്നത്. ആരെയും അഭിമുഖീകരിക്കാൻ കഴിയാത്തതുപോലെ തലകുനിച്ച് ശബ്ദയുടെ സ്ട്രക്ചറിലേക്ക് നോക്കി നിൽക്കുകയാണ് രാധിക. തൻ്റെ മുഖം കണ്ടാൽ മറ്റുള്ളവർക്ക് സംശയം തോന്നുമെന്ന് അവൾക്ക് തോന്നി. താൻ കൊലയാളിയാണ്. ആ ഓർമ്മ പോലും അവളെ വല്ലാതെ ഞെട്ടിച്ചു. ആംബുലൻസ് എത്തി. മറ്റുള്ളവർ വീണ്ടും നിലവിളിച്ചുകൊണ്ട് സ്ട്രെച്ചറിന് ചുറ്റും കൂടി. വല്ലവിധാനെയും സ്ത്രീകളെയും കുട്ടികളെയും അകറ്റിയിട്ട് ശരത്തും ഗോകുലും പ്രസാദും കൂടി മൃതദേഹം ആംബുലൻസിൽ കയറ്റി. ഞങ്ങൾ മോർച്ചറിയിൽ പോയിട്ട് വന്നേക്കാം. രേഷ്മയെ കുട്ടി നിങ്ങളെല്ലാം വീട്ടിലേക്ക് പോയിക്കോളൂ, ശരത്ത് മീനാക്ഷി അമ്മയോടും കമലയോടുമായി പറഞ്ഞു. മോർച്ചറിയിൽ മൃതദേഹം വെച്ച് അവിടുത്തെ ഫോർമാലിറ്റികൾ തീർത്ത് ശരത്തും ഗോകുലും പ്രസാദും വീട്ടിലെത്തുമ്പോൾ 9 മണിയോടടുത്തിരുന്നു. വിവരമറിഞ്ഞ് അടുത്തുള്ള ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മുറ്റത്തും സിറ്റിംഗ് റൂമിലുമൊക്കെ നിന്നും ഇരുന്നും ആളുകൾ എന്തൊക്കെയോ അടക്കം പറയുന്നു. ഗോകുൽ മീരയെ മുറിയിൽ തിരഞ്ഞു. കണ്ടില്ല. ഉത്രമോൾ അവനെ കണ്ടപ്പോൾ വല്ലാതെ ഒന്ന് തേങ്ങി. അവളെ ആശ്വസിപ്പിക്കാൻ അവൻ ആ കൈപ്പടത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് അല്പനേരം നിന്നു. പിന്നെ മെല്ലെ തിരിഞ്ഞ് സാജിനെ നോക്കി. ശബ്ദമോളുടെ അച്ഛനും മറ്റും വിവരം അറിയിക്കണോ ഏട്ടാ? സാജൻ അതേക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അപ്പോഴാണ്. രേഷ്മയും ഭർത്താവും തമ്മിൽ പിരിയാൻ പോവുകയാണെങ്കിലും സബിതയുടെ അച്ഛനല്ലേ അയാൾ. കുറച്ച് കഴിയട്ടെ ഗോകുൽ, നമുക്ക് ആലോചിക്കാം. അവൻ മുറിവിട്ടു. ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ജോലി പ്രസാദ് ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. ഇല്ല, ഒന്നും പറയാറായിട്ടില്ല. എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കാൻ പോകുന്നതേയുള്ളൂ. അവൻ ആരോടോ പറയുന്നത് ഗോകുൽ കേട്ടു. മീരയെ നോക്കാൻ ഇനി അടുക്കള കൂടിയേ ഉള്ളൂ. അവൻ അവിടേക്ക് ചെന്നു. അവിടെയും അവളില്ല. അവൻ അമ്പരന്നു. ചുറ്റും ശ്രദ്ധിച്ചിട്ട് തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചപ്പോഴാണ് അടുക്കള പുറത്തുള്ള ചെറിയ വരാന്തയിൽ ഒരു തേങ്ങൽ കേട്ടതുപോലെ തോന്നിയത്. അവൻ അവിടേക്ക് നോക്കി. ഇരുട്ടാണ്. ലൈറ്റ് തെളിയിച്ചിട്ടുമില്ല. ഗോകുൽ അടുക്കളയിലുള്ള സ്വിച്ചിട്ടു. വരാന്തയിൽ വെളിച്ചം പരന്നു. പിന്നെ പുറത്തേക്ക് ചെന്നു. അവിടെ സ്വയം ചുരുങ്ങിക്കൂടി പേടിച്ച് അരണ്ടതുപോലെയോ കുത്തിയിരിക്കുകയാണ് മീര. കാലുകൾക്കിടയിലായി മുഖം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ കുനിഞ്ഞിരിക്കുന്നു. അഴിഞ്ഞു ചിതറിക്കിടക്കുകയാണ് തലമുടി. മീരേ, അവളുടെ അടുത്തിരുന്നു കൊണ്ട് അവൻ ആ തോളിൽ കൈവച്ചു. തീപ്പൊള്ളലേറ്റ് ഞെട്ടിയതുപോലെ അവൾ മുഖമുയർത്തി. ഗോകുൽ അമ്പരന്ന് പോയി. വിളറി വെളുത്തിരിക്കുന്നു മീരയുടെ മുഖം. കരഞ്ഞു വീർത്ത കൺപോളകൾ. എന്താ മോളെങ്ങനെ ഈ സമയത്ത് നീ ഇങ്ങനെ കരഞ്ഞാൽ? അതുകൂടി കേട്ടതോടെ പിടിച്ചു നിർത്തിയിരുന്ന അവളുടെ സങ്കടം അണപ്പൊട്ടി. ഗോകുൽ, അവൾ അവൻ്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു. എനിക്കാകെ പേടി തോന്നുന്നു. എന്തിന് പേടി തോന്നാൻ? നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. കുറ്റപ്പെടുത്തും പോലെ എന്നെ എല്ലാവരും നോക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്നാണല്ലോ സബിത അവസാനമായി ചായ വാങ്ങിക്കുടിച്ചത്. അതിന് ചായ കുടിച്ചു കഴിഞ്ഞ് അവൾ സ്വയം പോയ്സൺ ഉപയോഗിച്ചതായി കൂടെ? അതൊന്നും എനിക്കറിയില്ല. എൻ്റെ ധൈര്യമൊക്കെ പോയി. ഗോകുൽ എൻ്റെ കൂടെ നിൽക്കില്ലേ? എന്ത് ചോദ്യമേ പെണ്ണത്? അലിവോട് അവളെ ചേർത്ത് പിടിച്ച് അവൻ മെല്ലെ ഭുജത്തിൽ തലോടിക്കൊണ്ടിരുന്നു. അപ്പോൾ മീനാക്ഷിയമ്മയുടെ മുറിയിലുണ്ടായിരുന്ന രാധിക. അവളും ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ്. പോലീസ് വരികയോ എന്നെ ചോദ്യം ചെയ്യുകയോ മറ്റോ ചെയ്യുമോ അമ്മേ? അതുണ്ടായേക്കും, അല്ലാതെ തരമില്ലല്ലോ, മീനാക്ഷിയമ്മ ചിന്തയോട് പറഞ്ഞു. യോ, എനിക്ക് പേടി തോന്നുന്നു. എൻ്റെ മകളിലെ നീ ധൈര്യമായിട്ട് നിൽക്കണം. സബിത മോളെ ഇവിടെ വരുമ്പോൾ നീയും മീരയും മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ നിലയ്ക്ക് നിന്നെ ചോദ്യം ചെയ്യാതിരിക്കാൻ തരമില്ല. നിന്റെ ചായയും എടുത്തുകൊണ്ട് നീ മുറിയിലേക്ക് പോയി. പിന്നൊന്നും നിനക്കറിയില്ല, അത്രമാത്രം. ഏതായാലും കൈപ്പുഴ പറ്റി എന്ന് വെച്ച് നിന്നെ എനിക്ക് രക്ഷിക്കാതിരിക്കാനാവുമോ? അമ്മ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ. രാധിക പൂർത്തിയാക്കും മുമ്പ് പതിഞ്ഞതെങ്കിലും മീനാക്ഷിയമ്മയുടെ കനത്ത ശബ്ദമുയർന്നു. അടിച്ച് കരണം പുകയ്ക്ക് ഞാൻ ആവശ്യമില്ലാത്തത് വല്ലതും പറഞ്ഞു പോയാൽ. സബിതയോ പോയി, അല്ലെങ്കിൽ തന്നെ ഡിവോഴ്സ് നടന്നു കിട്ടിയാൽ പെൺകുട്ടിയായതുകൊണ്ട് അവളെ രേഷ്മ കൊണ്ടുപോകാനേ കോടതി പറയൂ. തന്ത ഉപേക്ഷിച്ച അവളുടെ കാര്യവും കൂടി നമ്മൾ നോക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ചിന്തിച്ചിട്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതിരിക്കാൻ ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. അതെന്താണെന്ന ഭാവത്തിൽ രാധിക മീനാക്ഷിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവർ തുടർന്നു. നേരം പുലരും മുമ്പ് ഒളിഞ്ഞും തെളിഞ്ഞും ഈ വീട്ടിലുള്ളവരും ഇവിടെ എത്തുന്നവരും അറിയണം സബിത മോൾക്ക് വിഷം കൊടുത്തത് നീ മീരയാണെന്ന്. എല്ലാവരും അത് വിശ്വസിക്കുമോ അമ്മേ? രാധികയ്ക്ക് സംശയം. വിശ്വസിപ്പിക്കണം. അമ്മയെ ഒന്നുകൂടി നോക്കിയിട്ട് രാധിക മുറി വിട്ടു.
അവൾ പോയത് രേഷ്മയുടെ മുറിയിലേക്കായിരുന്നു. രാത്രി തന്നെ മീനാക്ഷി അമ്മയും ആൺമക്കളും പ്രസാദും കൂടി സവിതയുടെ മരണം അവളുടെ അച്ഛനെ അറിയിക്കണമോ എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തി. അതല്ലേ അതിൻ്റെ നേരായ വഴി. നമ്മൾ അറിയിക്കാതിരുന്നാൽ വീട്ടുകാരും അതിൻ്റെ കാരണം പറഞ്ഞാവും വഴക്കിന് വരിക, ഗോകുൽ പറഞ്ഞു. അത് തന്നെയാ എൻ്റെയും അഭിപ്രായം, പ്രസാദ് പിന്താങ്ങി. ബന്ധം വേർപിരിഞ്ഞാലും ഇല്ലെങ്കിലും സുഗുണനളിയൻ സബിതയുടെ അച്ഛനല്ലതാകുന്നില്ലല്ലോ. ഈ ഒറ്റ കാരണം മതി അവർക്ക് നമ്മളെ സംശയിക്കാനും മോളുടെ മരണത്തിന് കാരണം നമ്മളാണെന്ന് പറഞ്ഞ് പരത്താനും. രേഷ്മയോട് ഇതേക്കുറിച്ച് ചോദിക്കണോ? ശരത്തിന് സംശയം. അത് വേണ്ട, മീനാക്ഷിയമ്മ പറഞ്ഞു. വേണ്ടെന്നേ അവൾ പറയൂ. ആ പ്രസാദേ, നീ തന്നെ സുഗുണൻ്റെ വീട്ടുകാരെ വിളിച്ച് വിവരം പറയുക. ഒരുപക്ഷെ അവർ വിവരം അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമ്മൾ അറിയിക്കണം. ശരി ആൻറ്റി. പ്രസാദ് എഴുന്നേറ്റ് ഫോണിനടുത്തേക്ക് പോയി. മറ്റുള്ളവർ അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്ന് ഗോകുലത്തെ ആകെ നടുക്കിക്കൊണ്ട് ഒരലർച്ച കേട്ടത്. എന്താ അത്? മീനാക്ഷിയമ്മ ചാടി എണീറ്റു. പിന്നാലെ മറ്റുള്ളവരും. തൻ്റെ മുറിയിൽ നിന്നാണ് ആ നിലവിളി കേട്ടതെന്ന് ഗോകുലിന് തോന്നി. മീരയുടെ ശബ്ദം പോലെ. അവൻ അവിടേക്ക് ഓടാനാഞ്ഞു. അടുത്ത നിമിഷം മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിവരുന്ന മീര അലറി വിളിച്ചുകൊണ്ട് ഒരു കസേരയിൽ തട്ടി അവൻ്റെ മുമ്പിലേക്ക് തന്നെ വീണു. മീരേ! ഗോകുലിൻ്റെ അമ്പരപ്പോടെയുള്ള വിളി ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. വയറ് നിലത്തടിച്ചാണ് അവൾ വീണിരിക്കുന്നത്. ആ നിമിഷം തന്നെ അവൾ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. മീരേ! ഗോകുൽ നിലവിളിച്ച് മുന്നോട്ടാഞ്ഞു. പക്ഷേ മീര വന്ന വഴിയെ ആക്രോശിച്ചുകൊണ്ട് മറ്റൊരാൾ പാഞ്ഞു വന്നു. കയ്യിൽ ഓങ്ങിപ്പിടിച്ച വെട്ടുകത്തിയുമായി രേഷ്മ. എൻ്റെ കുഞ്ഞിനെ നീയാണ് വിഷം കൊടുത്തു കൊന്നത് അല്ലേടി? എൻ്റെ പൊന്നുമോളെ കൊന്ന നീയും ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കേണ്ടടി. ഇപ്പോഴാണ് മറ്റുള്ളവർക്ക് കാര്യം വ്യക്തമാകുന്നത്. വേണ്ട രേഷ്മേച്ചി, വേണ്ട. നീ പോടി. ഇന്ന് കൊല്ലു ഞാനിവളെ. ഗോകുൽ! മീര കരഞ്ഞു. ആദ്യം ഉണ്ടായ മരവിപ്പിൽ നിന്നും പിഴഞ്ഞുണർന്ന ഗോകുൽ പെട്ടെന്ന് രേഷ്മയെ തടഞ്ഞു. ഇതിനിടെ പിന്നിൽ നിന്ന് രാധിക രേഷ്മയെ ശരിക്കും വട്ടം പിടിച്ചിരുന്നു. ഗോകുൽ വെട്ടുകത്തി ഓങ്ങിയിരുന്ന അവളുടെ കയ്യിലും പിടിച്ചു. സാജനും ശരത്തും മറ്റും കാഴ്ചക്കാരെ പോലെ നിന്നതേയുള്ളൂ. മീനാക്ഷിയമ്മയാകട്ടെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷം പുറത്തു കാട്ടിയില്ല. താൻ രാധികയെ ഏൽപ്പിച്ച ദൗത്യം ലക്ഷ്യത്തിലെത്തിച്ചേർന്നിരിക്കുന്നു. അലർച്ചയും ബഹളവും കേട്ട് പോർച്ചിലും സിറ്റൗട്ടിലും മറ്റും ഇരുന്ന ബന്ധുക്കളും ഡ്രൈവർ ദാസപ്പനും ഓടിയെത്തിക്കഴിഞ്ഞിരുന്നു. ഗോകുൽ രേഷ്മയുടെ കയ്യിൽ നിന്ന് വെട്ടുകത്തി ബലമായി വാങ്ങി. എടാ, അധികം താടാ, എനിക്ക് കൊല്ലണം അവളെ. രേഷ്മയുടെ ആവേശം അടങ്ങുന്നില്ല. ഫോൺ ചെയ്തുകൊണ്ട് നിന്നിരുന്ന പ്രസാദും എത്തി. എന്താ ആൻറ്റി? ഒന്നുമില്ലെന്ന് അവനെ നോക്കി കണ്ണടച്ചു കാണിച്ചിട്ട് മീനാക്ഷിയമ്മ ഗൗരവത്തിൽ മുന്നോട്ട് നടന്നു. രേഷ്മേ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ കാണിക്കുന്നതൊക്കെ എന്താടി? അമ്മേ, ഇവൾ ഒരുത്തിയാ എൻ്റെ മോളെ. നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞടി? നീ കണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് മുറിയിൽ പോ. പിന്നെ നിൻ്റെ മോളെ ആരെങ്കിലും ചതിച്ചതാണെങ്കിൽ അവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കത്തില്ല. ഈ നാട്ടിൽ കോടതിയും നിയമവും ഒക്കെയുണ്ട്. അമ്മയെ നിനക്ക് വിശ്വസിക്കാം. ഇടം കണ്ടിട്ട് മീരയെ ഒന്ന് നോക്കിയിട്ടാണ് മീനാക്ഷിയമ്മ അത് പറഞ്ഞത്. തുടർന്ന് അവൾ രാധികയ്ക്ക് നേരെ തിരിഞ്ഞു. നീ രേഷ്മയെ മുറിയിൽ കൊണ്ടാക്ക്. അത് രാജ്ഞിയായിരുന്നു. രാധിക രേഷ്മയെ ചേർത്ത് പിടിച്ചു. എല്ലാം കേട്ട് നിന്നിരുന്നവർ അമ്പരപ്പോടെയാണ് മീരയെ നോക്കിയത്. അവളുടെ ആ അവസ്ഥ കണ്ടിട്ടും അവർക്കാർക്കും തെല്ലും സഹതാപം തോന്നിയില്ല. ക്രൂരമായ ഒരു ആനന്ദത്തോടെ മീനാക്ഷിയമ്മ നടന്നുപോയി. ഗോകുൽ! മീര കൈനീട്ടി. എനിക്കൊന്ന് എഴുന്നേൽക്കണം. അവൻ ആ കൈക്ക് പിടിച്ചു. പക്ഷേ ഒറ്റയ്ക്ക് വലിച്ചുയർത്താൻ കഴിഞ്ഞില്ല. ഗോകുൽ! വേദന കടിച്ചമർത്തുകയാണ് മീര. കണ്ണുകൾ രണ്ടും നിറഞ്ഞു തൂകുന്നുണ്ട്. മോളെ! ഗോകുൽ തറയിലിരുന്നു. അവളെ പതുക്കെ ഉയർത്തി തൻ്റെ മടിയിലേക്ക് കിടത്തി. നിനക്ക് വല്ലതും പറ്റിയോ? അവൾ വലത് കൈ അടിവയറ്റിൽ അമർത്തി പിടിച്ചു. അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെന്ന് അവന് തോന്നി. മീരെ! അവൻ അവളുടെ കവിളുകളിൽ വിരൽ ചേർത്ത് പതുക്കെ കുലുക്കി. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. ക്രമേണ ആ കണ്ണുകൾ അടഞ്ഞു. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുഴപ്പമാകും. അവളെ വീണ്ടും തറയിൽ കിടത്തിയിട്ട് അവൻ ചാടി എഴുന്നേറ്റു. അമ്മേ! പ്രസാദുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന മീനാക്ഷിയമ്മയുടെ അരികിൽ അവൻ ഓടിയെത്തി. എന്താടാ? മീനാക്ഷിയമ്മ ദേഷ്യപ്പെട്ടു. ഞാൻ മീരയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. എന്തിന്? ഒക്കെ അവളുടെ അഭിനയമാണോ മോനെ? കള്ളിയല്ലേ അവള്, പഠിച്ച കള്ളി. രേഷ്മയും നമ്മളും സത്യം തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലായപ്പോൾ നടത്തുന്ന അഭിനയം അല്ലേടാ പ്രസാദേ? പ്രസാദിൻ്റെ മറുപടി ഗോകുൽ ശ്രദ്ധിച്ചില്ല. അമ്മ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ഞാൻ മീരയെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയാണ്. തൽക്കാലം കാർ എനിക്ക് വേണം. അവൻ വെട്ടിത്തിരിഞ്ഞു. പറ്റില്ല. ഒരു മരണം നടന്ന വീടാണിതെന്ന് പോലും മറന്ന് മീനാക്ഷിയമ്മ ശബ്ദമുയർത്തി. എൻ്റെ കാറിൽ അവളെ കൊണ്ടുപോകാൻ വന്നാൽ ഞാൻ സമ്മതിക്കത്തില്ല. അത് അവഗണിച്ച് ഗോകുൽ ഉറക്കെ വിളിച്ചു. ദാസപ്പേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇനി സഹിക്കാൻ വയ്യാതെ കാത്തു നിന്നിരുന്ന പോലെ ഡ്രൈവർ ദാസപ്പൻ ഓടിയെത്തി. മീരയെ പിടിക്കേ.
ഇരുവരും കൂടി മീരയെ കോരിയെടുത്തു. അപ്പോൾ തറയിൽ ചോരയുടെ നനവ് കണ്ട് ഗോകുൽ നടുങ്ങി. ദാസപ്പ, എൻ്റെ കാർ കൊണ്ടുപോകരുത്, മീനാക്ഷിയമ്മ വിളിച്ചു പറഞ്ഞു. മാഡം ക്ഷമിക്കണം. തിരിഞ്ഞു നോക്കാതെയായിരുന്നു ദാസപ്പൻ്റെ മറുപടി. ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള കരുത്തെനിക്കില്ല. ഈ പ്രായത്തിൽ ഒരു മോള് എനിക്കുമുള്ളതാ. ഓഹോ, അവർ ഭീഷണിപ്പെടുത്തി. എൻ്റെ അനുവാദം കൂടാതെ നീ കാറ് കൊണ്ടുപോയാൽ അതോടെ നിന്റെ ജോലിയും പോകും. ആടി നിൽക്കുന്ന പല്ലുള്ളതിനേക്കാൾ ഭേദം ഇല്ലാത്തതാണ് മാഡം. ഗോകുലും ദാസപ്പനും കൂടി മീരയെ പുറത്തു കൊണ്ടുവന്ന് കാറിൽ കയറ്റി. കാർ ശരം പോലെ പാഞ്ഞുപോയി. എന്നാലും ദാസപ്പൻ്റെ ഒരു അഹങ്കാരമേ. പ്രസാദ് മൂക്കത്ത് വിരൽ വെച്ചു. മീനാക്ഷിയമ്മ അമർത്തിയൊന്ന് മൂളി. പിന്നെ പറഞ്ഞു, നീ വന്നേ. അവരുടെ പിന്നാലെ അവൻ മുറിയിൽ കടന്നു. ഇരിക്കു പ്രസാദേ. അവനിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളെക്കാൾ എന്നെ സഹായിക്കുന്നതും എനിക്കൊരാവശ്യം വന്നാൽ ഉപകരിക്കുന്നതും നീ ഒരുത്തനാണ്. അതിനെന്താ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആൻറ്റി പറഞ്ഞാൽ പോരെ? അവൻ കസേരയിൽ മുന്നോട്ടാഞ്ഞു. മീനാക്ഷിയമ്മ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സബിതമോളുടെ മരണത്തിൽ മീരയ്ക്ക് പങ്കുണ്ടോ എന്ന സംശയം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. രേഷ്മയുടെ പ്രതികരണം കൂടി ആയപ്പോൾ അത് കുറെ കൂടി ബലപ്പെട്ടു. അതുകൊണ്ട് ആ SI സത്യപാലനുമായി സംസാരിക്കണം. ചായയിൽ കലർന്ന വിഷമാണ് സബിതമോളുടെ മരണത്തിന് കാരണമായതെങ്കിൽ മീര പിന്നീട് രക്ഷപ്പെടരുത്. അക്കാര്യം ഞാൻ ഏറ്റു ആൻറ്റി. സന്തോഷത്തോടെ അവൻ പ്രതിവചിച്ചു. പക്ഷേ ഗോകുൽ, അവനെക്കുറിച്ച് നീ ചിന്തിക്കണ്ട. അവളെയും കൊണ്ട് ഈ തറവാട്ടിലേക്ക് വന്ന അന്ന് തന്നെ ഞാൻ അവനെ ഉപേക്ഷിച്ചതാ. എങ്കിൽ പ്രസാദ് എഴുന്നേറ്റു. ഇനിയുള്ള കാര്യം എനിക്ക് വിട്ടേരെ. അവൻ മുറി വിട്ടു പോയി. പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സബിതയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റാൻ നേരത്താണ് സുഗണ്ണനും മറ്റും എത്തുന്നത്. സാജനും ശരത്തും പ്രസാദുമൊക്കെ അപ്പോൾ ആശുപത്രിയിലുണ്ടായിരുന്നു. എവിടെയോ മറിഞ്ഞിരുന്നതിന് ശേഷം ഈ നേരത്ത് കൃത്യമായി അവർ എത്തിയതാണെന്ന് പ്രസാദിന് തോന്നി. ആ സംശയം ബലപ്പെടുത്തുന്നതായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ. കാറിൽ നിന്നിറങ്ങിയ സുഗണൻ മോളെ എന്ന് വിലപിച്ചുകൊണ്ട് ആംബുലൻസിലേക്ക് കയറി. സബിതയുടെ പിതാവാണ് സുഗണൻ. അയാളെ വിലക്കാൻ തങ്ങൾക്ക് അധികാരമില്ലെന്നറിഞ്ഞ് സാജനും ശരത്തും നിസ്സംഗതയോടെ നിന്നു. സുഗണൻ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആംബുലൻസിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അയാൾക്കൊപ്പം വന്ന 5-6 പേർ കരുതലോടെ ആംബുലൻസിനരികിൽ നിന്നു. ബോഡി വിട്ടുകിട്ടിയില്ലേ എന്ന് മീനാക്ഷിയമ്മ ഇതിനിടെ 2 വട്ടം പ്രസാദിനെ വിളിച്ച് തിരക്കുകയും ചെയ്തു. ഞങ്ങൾ ഉടനെ അങ്ങെത്തും ആൻറ്റി, പറഞ്ഞിട്ട് പ്രസാദ് സുഗണൻ്റെ അടുത്തെത്തി. പോകണ്ടേ അളിയ? സുഗണൻ മുഖമുയർത്തി അവനെ നോക്കി. ആ നോട്ടം നേരിടാനാവാത്തതുപോലെ പ്രസാദ് തലതാഴ്ത്തി. രോഷം അമർത്തി സുഗണൻ പറഞ്ഞു, പോകാം. അപ്പോഴേക്കും ആംബുലൻസിൻ്റെ ക്യാബിനിൽ ഡ്രൈവറോടൊപ്പം സുഗണൻ്റെ കൂടെ വന്ന മറ്റ് 2 പേർ കൂടി കയറി. സബിതയുടെ മൃതദേഹത്തിനരികിൽ തന്നെ ഇരിക്കാൻ ഭാവിച്ച പ്രസാദിനെ സുഗണൻ തടഞ്ഞു. നിങ്ങൾ കാറിൽ വന്നാൽ മതി. എൻ്റെ മോളുടെ കൂടെ ഞാൻ തനിച്ചൊന്നിരിക്കട്ടെ ഇനിയെങ്കിലും. പ്രസാദിനെ അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ പുറത്തിറങ്ങി വാതിലടച്ചു. സാജനും ശരത്തും അവനും കൂടി കാറിൽ കയറി. സുഗണൻ്റെ കൂടെ വന്ന ബാക്കിയുള്ളവർ അവർ വന്ന ക്വാളിസിലും. വാഹനങ്ങൾ ആശുപത്രി ഗേറ്റ് കടന്നു. മുന്നിൽ ആംബുലൻസ്, അതിന് പിന്നിൽ ക്വാളിസ്, ഏറ്റവും പിറകിൽ കാർ. വാഹനങ്ങൾ ടൗണിലെത്തി. ട്രാഫിക് പോസ്റ്റിനരികിൽ നിന്ന് ഇടത്തേക്കാണ് ഗോകുലത്തിലേക്ക് തിരിയേണ്ടത്. പക്ഷേ മുന്നിൽ പോയ ആംബുലൻസും ക്വാളിസും വലത്തേക്ക് തിരിഞ്ഞപ്പോൾ ശരത്തിൻ്റെ നെറ്റി ചുളഞ്ഞു. അവർക്ക് വഴി തെറ്റി. സാജൻ ഹോൺ നീട്ടിയടിച്ചു. മുന്നിൽ പോകുന്നവർ അത് കേട്ടില്ലെന്ന് തോന്നി. ടൗണിലെ തിരക്ക് കാരണം അവർക്ക് മുന്നിലെത്താനും കഴിയുന്നില്ല. സുഗുണൻ്റെ സെൽ നമ്പറാണെങ്കിൽ അവർക്കാർക്കും അറിയില്ല താനും. ടൗണിലെ തിരക്ക് ഒഴിഞ്ഞു തുടങ്ങി. ആംബുലൻസും ക്വാളിസും ഇടത്തേക്ക് തിരിഞ്ഞു. സാജേട്ടാ, അവരിത് മനഃപൂർവ്വം കളിച്ചതാ. സബിതമോളെ സുഗുണൻ അവളിയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാ, പ്രസാദ് വിളിച്ചു പറഞ്ഞു. സാജനും ശരത്തും കിടങ്ങി. സാജൻ ഹോൺ നീട്ടി അടിച്ചുകൊണ്ട് ക്വാളിസിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ക്വാളിസ് സൈഡ് മാറ്റുന്നില്ല. അവന്മാരെ വിട്ടാൽ പറ്റില്ല. ശരത്ത് ആവേശം പൂണ്ടു. ഗോകുലത്തിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. പഠിച്ച പണി 18 നോക്കിയിട്ടും സാജന് മുന്നിൽ കടക്കാൻ പറ്റിയില്ല. ഈശ്വര, ആൻറ്റിയോടും രേഷ്മ ചേച്ചിയോടും നമ്മളിനി എന്ത് പറയും? പ്രസാദിന് വേവലാതിയായി. അമ്മ ഇനി എങ്ങോട്ട് വിളിച്ചാൽ ഒന്നും പറയണ്ട. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം, സാജൻ മുന്നറിയിപ്പ് നൽകി. വാഹനങ്ങൾ സുഗുണൻ്റെ വീടിനടുത്തെത്തി. അകലെ വെച്ച് അവർ കണ്ടു അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ, കാത്തു നിൽക്കുന്ന ആളുകൾ. മൂവരും അങ്കലാപ്പിൽ പരസ്പരം നോക്കി. സുഗുണൻ്റെ ബന്ധുക്കളെല്ലാം ഉണ്ട്. ആംബുലൻസ് മുറ്റത്ത് നിന്നു. ആളുകൾ അങ്ങോട്ടടുക്കുകയാണ്. വാതിൽ തുറന്ന് മൃതദേഹം അടങ്ങിയ സ്ട്രക്ചർ പുറത്തേക്ക് ഇറക്കുകയാണ് സുഗുണൻ്റെ ആളുകൾ. മറ്റുള്ളവർക്കിടയിലൂടെ സാജനും ശരത്തും പ്രസാദും സുഗുണൻ്റെ മുന്നിലെത്തി. എന്താളിയത്? ഗോകുലത്തിലേക്ക് കൊണ്ടുപോകേണ്ട സബിതമോളെ? പ്രസാദിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സുഗുണൻ്റെ ഒച്ച ഉയർന്നു. ഗോകുലത്തിലേക്കോ? ഇവളുടെ അച്ഛനായ ഞാൻ തീരുമാനിക്കും ഇവളെ എവിടെ അടക്കം ചെയ്യണമെന്ന്. മനസ്സിലായോടാ? എന്നാലും ഒരെന്നാലുമില്ല. ഇവൾ അവിടെ താമസിച്ചതിൻ്റെ ഫലമല്ലേ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ പോ.
അയാൾ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. സുഗുണ, സാജൻ സംസാരിച്ചു. അവിടെ അടക്കത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതാ. സബിതമോളെ അവസാനമായിട്ടൊന്ന് കാണാൻ കാത്തിരിക്കുകയാണ് അവിടെ എല്ലാവരും. ഇവിടെയും അങ്ങനെ തന്നെയാ അളിയ, സുഗുണൻ പരിഹസിച്ചു. പിന്നെ അവിടെ എടുത്ത കുഴിയിൽ ആരെങ്കിലും അടക്കണമെങ്കിൽ എൻ്റെ ഭാര്യ രേഷ്മയെയും നിങ്ങളുടെ അമ്മ മീനാക്ഷിയമ്മയെയും കൂടി അടക്കിയേര്. രണ്ടും ഈ ഭൂമിക്ക് ഭാരമാണ്. അളിയ, പ്രസാദ് പല്ലി ഞെരിച്ചു. സുഗുണൻ വെട്ടിത്തിരിഞ്ഞ് അവൻ്റെ കവിളടക്കം ഒരു അടിയായിരുന്നു. പടക്കം പൊട്ടുന്ന ഒച്ചയിൽ സർവരും ഒരു നിമിഷം സ്തബ്ധരായി. കനത്ത നിശബ്ദതയിലേക്ക് സുഗുണൻ്റെ വാക്കുകൾ ചീറി വീണു. നിനക്കിത് നേരത്തെ ഞാൻ കരുതി വെച്ചിരുന്ന പ്രസാദേ. എന്താണ് കാര്യമെന്ന് എല്ലാവരും കേൾക്കെ ഞാൻ വിളിച്ച് പറയണമടാ. പുകയുന്ന കവിൾത്തടം കുനിച്ചു നിന്നതല്ലാതെ പ്രസാദിന് മിണ്ടാൻ കഴിഞ്ഞില്ല. സാജനും ശരത്തിനും ഒന്നും പിടികിട്ടിയതുമില്ല. സബിതയുടെ മൃതദേഹം വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. എൻ്റെ കുഞ്ഞിന് ജന്മം നൽകി എന്ന ഒറ്റ കാരണത്താൽ മാത്രം രേഷ്മയ്ക്ക് അവളെ അവസാനമായിട്ടൊന്ന് കാണാൻ ഞാൻ അവസരം തരാം. പക്ഷേ അതിന് 1 മണിക്കൂറിനുള്ളിൽ അവൾ ഇവിടെ വരേണ്ടി വരും. അവൾ മാത്രം. അത്രയും കൂടി അവരോട് പറഞ്ഞിട്ട് സുഗുണൻ നടന്നുപോയി. പരാജിതനായി സാജനും ശരത്തും പ്രസാദും തിരിച്ചു നടന്നു. അവരുടെ കാർ ഗോകുലത്തിൻ്റെ മുറ്റത്ത് മടങ്ങിയെത്തുമ്പോൾ അവിടെയും ജനത്തിരക്കായിരുന്നു. ഗോകുലത്തിൻ്റെ സിറ്റിംഗ് റൂമിൽ നടുവിലായി സബിതമോളെ അവസാനമായിട്ട് കിടത്താൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ മീനാക്ഷിയമ്മയ്ക്ക് പന്തിക്കേട് മണത്തു. എന്തിയടാ എൻ്റെ കുഞ്ഞ്? അമ്മേ. സാജൻ അവരുടെ അടുത്തിരുന്നു. ശബ്ദം താഴ്ത്തി ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം അവതരിപ്പിച്ചു. പക്ഷേ രേഷ്മയും അത് കേട്ടു. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. രേഷ്മ ചാടി എണീറ്റു. രാധികയും മറ്റും ചേർന്ന് അവളെ പിടിച്ചിരുത്തി. കാര്യമറിയാതെ പുറത്തു നിന്നവർ അകത്തേക്ക് തള്ളിക്കയറി വന്നു. എന്താ എന്താ പരസ്പരം ചോദിക്കുന്നു. കാരണം അവർക്കാർക്കും അറിയില്ല. നീയൊക്കെ ആണാണെന്ന് പറഞ്ഞ് പിന്നെ എന്തിനാണ് നടക്കുന്നത്? മീനാക്ഷിയമ്മ മക്കൾക്കും പ്രസാദിന് നേരെ ചൂടായി. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എൻ്റെ കുഞ്ഞിനെ ഇവിടെ തന്നെയേ അടക്കൂ. തീരുമാനിച്ചുറച്ചതുപോലെ അവർ എഴുന്നേറ്റു. അമ്മേ, ശരത്ത് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. നമ്മൾ എത്ര സന്നാഹവുമായി ചെന്നാലും സബിതമോളെ ഇങ്ങോട്ട് കൊണ്ടുപോരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വട്ടം കൂടി നാണം കെടാമെന്നല്ലാതെ. മീനാക്ഷിയമ്മ നെറ്റിച്ചുളിച്ചു. മാത്രമല്ല, പ്രസാദ് കൂട്ടിച്ചേർത്തു, നമ്മളങ്ങ് ചെല്ലും മുമ്പ് അവർ സബിതമോളെ അടക്കിയിരിക്കും. ഇപ്പോൾ തന്നെ 3/4 മണിക്കൂറായി. പറ്റത്തില്ല, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. മറ്റുള്ളവരെ കുതറി തെറിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രേഷ്മ. വേണ്ട, മീനാക്ഷിയമ്മ തീരുമാനിച്ചുറച്ചതുപോലെ പറഞ്ഞു. നിന്റെ മകൾ മരിച്ചുപോയി. ഇനി നീ അവളെ കാണണ്ട. അമ്മേ. രേഷ്മയുടെ നിലവിളി ശ്രദ്ധിക്കാതെ മീനാക്ഷിയമ്മ തൻ്റെ മുറിയിലേക്ക് നടന്നു. ഗോകുലത്തിൽ ശവമടക്കിന് എത്തിയവരൊക്കെ പിരിഞ്ഞു പോയിരുന്നു. അകത്ത് രേഷ്മയുടെ തേങ്ങൽ ഇനിയും അവസാനിച്ചിട്ടില്ല. നേരം 5 മണി. മീനാക്ഷിയമ്മയുടെ മുറി തുറക്കപ്പെട്ടു. മൂവരും അവിടേക്ക് നോക്കി. തളർച്ചയോടെ മീനാക്ഷിയമ്മയും വന്ന് അവിടെയിരുന്നു. ഗോകുലിൻ്റെയും മീരയുടെയും കാര്യം ഒന്നും അറിഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രിയിൽ പോയതല്ലേ അവർ? പ്രസാദാണ് പറഞ്ഞത്. വാസ്തവത്തിൽ മറ്റുള്ളവർ അത് ചിന്തിക്കുന്നത് അപ്പോൾ മാത്രമാണ്. എല്ലാവരും മീനാക്ഷിയമ്മയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു, എന്തു പറയുന്നു എന്നറിയുവാൻ. അതിൻ്റെ ആവശ്യം വന്നില്ല. ഗേറ്റ് കടന്ന് മീനാക്ഷിയമ്മയുടെ കാർ വന്നു. തിരിച്ചെത്തി. പ്രസാദ് പിറുപിറുത്തു. എന്നാൽ കയറി വന്നത് ഡ്രൈവർ ദാസപ്പനാണ്. അയാൾ കാറിൻ്റെ കീ കൊണ്ടുവന്ന് മീനാക്ഷിയമ്മയുടെ മുന്നിൽ തീപ്പോയിൽ വെച്ചു. മാഡം ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ ഇവിടുത്തെ ജോലി അവസാനിച്ചിരിക്കുന്നു. ഗദ്ഗതം തിങ്ങിയ ശബ്ദം. മീനാക്ഷിയമ്മ ഒന്ന് മൂളി. പിന്നെ തിരക്കി. എന്തിയാടാ അവള്? ആ കൊലപാതകി. അവജ്ഞ നിറഞ്ഞ ഒരു ഭാവം ദാസപ്പൻ്റെ മുഖത്ത് തെളിഞ്ഞു. നിങ്ങളുടെയൊക്കെ ആഗ്രഹം നടക്കും. ഏറിയാൽ 1 മണിക്കൂറിനുള്ളിൽ. ബാക്കി പറയാതെ ദാസപ്പൻ ഇറങ്ങിപ്പോയി. ഐസുവിന് മുന്നിൽ തളർന്നിരിക്കുകയാണ് ഗോകുൽ. ഓരോ തവണയും വാതിൽ തുറക്കപ്പെടുമ്പോൾ അവൻ ആകാംക്ഷയോടെ അങ്ങോട്ട് ചെല്ലും. സിസ്റ്റർ, മീരയ്ക്ക് എങ്ങനെയുണ്ട്? ആ ചോദ്യം കേട്ട് നഴ്സുമാർ പ്രതികരിക്കാതെയായി. അകത്ത് ബ്ലീഡിംഗ് നിലയ്ക്കാതെ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു മീര. 12 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഗോകുലത്തിൽ നിന്ന് കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്ന് അധിക നേരം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ഓപ്പറേഷനിലൂടെ മീരയുടെ ഉദരത്തിൽ കിടന്നിരുന്ന കുട്ടിയെ പുറത്തെടുത്തിരുന്നു. പെൺകുഞ്ഞ്. കുഞ്ഞ് ഇൻകുബേറ്ററിലാണ്. കുറച്ചു കഴിഞ്ഞാണ് മീരയുടെ നില വഷളായി തുടങ്ങിയത്. ധാരാളം രക്തം ആവശ്യമായി വന്നു. അതൊക്കെ വില കൊടുത്ത് വാങ്ങുവാൻ ഗോകുലിന് കഴിഞ്ഞു. പക്ഷേ സ്വബോധമില്ലാതെ മീരയുടെ അവസ്ഥ തുടരുകയാണ്. ഒരു വട്ടം ഗോകുൽ അകത്ത് കയറി മീരയെ കണ്ടിരുന്നു. ചങ്കു പറഞ്ഞു പോകുന്നത് പോലെയാണ് അവന് തോന്നിയത്. മീരയുടെ ആ കിടപ്പ്. ഡോക്ടർ പറഞ്ഞ 12 മണിക്കൂർ അവസാനിക്കാറായിരിക്കുന്നു. ഞെട്ടലോടെ ഗോകുൽ വാച്ച് നോക്കി. ഇനിയും മീരയ്ക്ക് സ്വബോധം വീണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ? സബിതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെന്നും ചായയിൽ കലർത്തിയ വിഷമാണ് മരണകാരണമെന്നും പ്രസാദാണ് മീനാക്ഷിയമ്മയെ വിളിച്ചു പറഞ്ഞത്. നന്നായി പ്രസാദേ, ഇനിയിപ്പോൾ മീരയുടെ പേരിൽ കേസ് കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. സന്തോഷത്തോടെ അവർ തിരക്കി. ഇല്ല, പിന്നെ രേഷ്മ ചേച്ചിയെ കൊണ്ട് ഒരു പെറ്റീഷൻ എഴുതിച്ചു കൊടുക്കാൻ SI പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. വേഗം വാടാ. 1 മണിക്കൂറിനുള്ളിൽ പ്രസാദ് ഗോകുലത്തിലെത്തി. പെറ്റീഷൻ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ വരവ്. ഇനി രേഷ്മ ചേച്ചി ഇതിലൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. ആ പെറ്റീഷൻ അവൻ മീനാക്ഷിയമ്മയെ ഏൽപ്പിച്ചു. അവർ കണ്ണട നേരെ വെച്ചിട്ട് വായിച്ചു നോക്കി. ആ മുഖം തെളിഞ്ഞു. ഒന്നാം തരം പെറ്റീഷനാണല്ലോ. മറ്റാരെ കൊണ്ടെങ്കിലും എഴുതിച്ചതാണോ?
പ്രസാദ് ചിരിച്ചു. ഒരു വെടിക്കുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് ആൻറ്റി. ശരി, ഞാൻ രശ്മിയുടെ അടുത്ത് പോയിട്ട് വരാം. മീനാക്ഷിയമ്മ കോണിപ്പടികൾ കയറിപ്പോയി. പ്രസാദ് സെറ്റിയിലിരുന്നു. രാധിക അങ്ങോട്ട് വന്ന് അവനെ സൂക്ഷിച്ചൊന്ന് നോക്കി. പ്രസാദ് കണ്ണിറക്കി. ചിലപ്പോൾ കോടതിയിലൊന്ന് കയറേണ്ടി വരും രാധികയ്ക്ക്. അതെന്തിനാ? സബിതമോളുടെ കൊലപാതകം സംബന്ധിച്ച് ഞെട്ടിപ്പോയി രാധിക. ഒറ്റ നിമിഷം കൊണ്ട് അവൾ വിളറി. പ്രസാദ് തുടർന്നു. മീരയും രാധികയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്നും മീരയാണ് ചായയിൽ വിഷം കലർത്തിയതെന്നും പറയേണ്ടി വരും. അത് സത്യമാണല്ലോ. രാധികയ്ക്ക് അല്പം ആശ്വാസം തോന്നി. പ്രസാദ് അമർത്തിയൊന്ന് മൂളി. മീനാക്ഷിയമ്മ തിരിച്ചെത്തിയപ്പോൾ അവർ സംസാരം നിർത്തി. ദാ രേഷ്മ ഒപ്പിട്ടിട്ടുണ്ട്. അവർ പെറ്റീഷൻ പ്രസാദിനെ ഏൽപ്പിച്ചു. അവനത് വാങ്ങി നോക്കി തൃപ്തിപ്പെട്ടു. അവൾ ഇനി രക്ഷപ്പെട്ടില്ല ആൻറ്റി. പ്രസാദ് യാത്ര പറഞ്ഞിറങ്ങി. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ വാതിൽ തുറന്നു. ഗോകുലും ദാസപ്പനും ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. മിസ്റ്റർ ഗോകുൽ, ഡോക്ടർ വിളിച്ചു. അവൻ അങ്ങോട്ട് ഓടിയെത്തി. എന്താ ഡോക്ടർ? മീരയ്ക്ക്? ഡോക്ടറുടെ മുഖത്തൊരു മന്ദഹാസം തെളിഞ്ഞു. ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട് ഗോകുൽ. മീര കണ്ണു തുറന്നു. ഇനി അവളെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഗോകുൽ ഡോക്ടറെ കരം കവർന്നു. എനിക്ക് അവളെ ഒന്ന് കാണാൻ കഴിയുമോ ഡോക്ടർ? അവന് തിടുക്കമായി. കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ, ഏതായാലും ഇത്രയും കാത്തിരുന്നില്ലേ. ഐസിയുവിൻ്റെ വാതിലടഞ്ഞു. പിന്നെയും 2 മണിക്കൂർ കഴിഞ്ഞാണ് ഗോകുലിനകത്തേക്ക് പോകാൻ അനുമതി കിട്ടിയത്. മീരെ, അവൻ വിളിച്ചപ്പോഴാണ് അവൾ മിഴി അനക്കിയത്. ഗോകുൽ, എൻ്റെ കുഞ്ഞ്. അതാണ് അവൾ ആദ്യം തിരക്കിയത്. സുഖമായിരിക്കുന്നു. ഗോകുൽ കിടക്കക്കരികിലിരുന്നു. എനിക്ക് ഒന്ന് കാണണം ഡോക്ടറോട്, ഞാൻ പറയാം. അവൻ മെല്ലെ അവളുടെ കയ്യിൽ പിടിച്ചു. തണുത്തിരിക്കുന്നു. ആണോ പെണ്ണോ? അവൾ വീണ്ടും തിരക്കി. ഏതിനോടാ മീരയ്ക്ക് കൂടുതൽ ഇഷ്ടം? രണ്ടായാലും ഒന്നുപോലെ. എങ്കിൽ പെൺകുട്ടിയാണ്. മീരയുടെ കുഴിഞ്ഞ കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടു. 2 ദിവസം കഴിഞ്ഞു. മീരയെ റൂമിലേക്ക് മാറ്റി. ഇൻക്യുബേറ്ററിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് അവൾക്കരികിൽ കിടത്തി. അവളെ സഹായിക്കാൻ ഗോകുൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കിടെ നഴ്സിംഗ് വിദ്യാർത്ഥിനി സമയയും അവിടെ എത്തിയിരുന്നു. പുറത്ത് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതിന് സദാ സന്നദ്ധനായി ദാസപ്പനുമുണ്ട്. കുഞ്ഞ് അടുത്തു വന്നതോടെ നിമിഷം പ്രതി മീരയിൽ ഉണർവുണ്ടാവുകയാണെന്ന് ഗോകുൽ കണ്ടു. കുഞ്ഞിൻ്റെ ഓരോ ചലനവും മീരയിൽ ഉൾപ്പുളകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അന്ന് മീരയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോന്നതിന് ശേഷം ഗോകുൽ ഇതുവരെ ഗോകുലത്തിലേക്ക് പോയിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ മീരെ? അവൻ തിരക്കി. ഞാനതങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു. പോയി കുളിച്ച് ഫ്രഷാകും ഗോകുൽ. കുറച്ചു നേരം ഒന്ന് ഉറങ്ങുകയും ചെയ്യേ, മീര പ്രോത്സാഹിപ്പിച്ചു. ഇവിടെയാകുമ്പോൾ ഒന്നിനും നേരം കിട്ടിയെന്ന് വരില്ല. ഉറക്കമൊക്കെ എപ്പോഴെങ്കിലും ആവാം. പിന്നെ അത്യാവശ്യം വല്ലതും വന്നാൽ ദാസപേട്ടനെ ഉണ്ടല്ലോ. അവൻ ദാസപ്പനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് ഒരോട്ടോയിൽ ഗോകുലത്തിലേക്ക് പോയി. മീനാക്ഷിയമ്മ കമ്പനിയിൽ പോയി തുടങ്ങിയിരുന്നില്ല. അവൻ ചെന്ന് പെട്ടത് തന്നെ അവരുടെ മുന്നിലാണ്. ആഹാ, ഭാര്യയ്ക്ക് എട്ടിപ്പേർ കിടക്കാൻ പോയിട്ട് പൊന്നുമോനിങ്ങ് തിരിച്ചു പോന്നോ? അവർ പരിഹസിച്ചു. ഗോകുലിൻ്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. എങ്കിലും അവൻ അടക്കി. അമ്മ അറിഞ്ഞു കാണില്ല. മീരയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, പെൺകുഞ്ഞ്, അവൻ അറിയിച്ചു. അതെന്താടാ മീരയ്ക്ക് കുഞ്ഞെന്ന് നീ പറഞ്ഞത്? അപ്പോൾ കുഞ്ഞിൻ്റെ തന്ത നീയല്ലേടാ? അമ്മ ഉടക്കാൻ തന്നെ ഭാവിക്കുകയാണെന്ന് അവന് ബോധ്യമായി. താൻ പറഞ്ഞതിലെ അപാകതയും ബോധ്യപ്പെട്ടു. അമ്മ എന്തിനാ എഴുതപ്പുറം വായിക്കുന്നത്? മീരയുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞല്ലാതാവുമോ? അതുപോട്ടെ, ആശുപത്രിയിൽ നിന്ന് അവളെ എവിടേക്ക് കൊണ്ടുപോകുന്നത്? സാധാരണ ആദ്യ പ്രസവം കഴിഞ്ഞ് അമ്മയും കുഞ്ഞും കഴിയേണ്ടത് അവരുടെ വീട്ടിലാണ്. ഗോകുലിൻ്റെ മുഖം ഇരുട്ടു. എന്നിട്ട് ശാന്ത ആദ്യ പ്രസവം കഴിഞ്ഞപ്പോൾ ഇവിടെ ആയിരുന്നെന്നാണല്ലോ എൻ്റെ ഓർമ്മ. മുഖത്തൊരു തട്ടി കിട്ടിയതുപോലെ മീനാക്ഷി തോന്നി. അവർ വിഷയം മാറ്റി. അക്കാര്യമൊന്നും നീ പറയണ്ട. അവളോട് പോരടിക്കാൻ എൻ്റെ കൂടെ നിന്നിട്ട് നീ ഇപ്പം മറുകണ്ട ചാടിയോടാ? ഞാനൊരു കണ്ടവും ചാടിയില്ല. ഈ അവസ്ഥയിൽ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഇവിടെ കിടന്ന് മരിക്കുകയായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഫലം? എന്തു ഫലം? ഒന്നുമില്ല. അല്ലെങ്കിലും സബിതയെ വിഷം കൊടുത്തു കൊന്ന അവൾ ഇവിടെ കിടന്ന് തന്നെ ചാകണമായിരുന്നു. അമ്മേ, നമ്മളാരും കണ്ടില്ലല്ലോ മീര വിഷം കൊടുക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവളെ കൊന്നിട്ട് മീരയ്ക്ക് എന്ത് കിട്ടാനാ? പെട്ടെന്നൊരു മറുപടി നൽകാൻ മീനാക്ഷിക്ക് കഴിഞ്ഞില്ല. എങ്കിലും പറഞ്ഞൊപ്പിച്ചു. അത് അവൾക്കല്ലേ അറിയോ? അതല്ലെങ്കിൽ പോലീസ് വന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞോളും. പോലീസോ? ഗോകുൽ നെറ്റി ചുളിച്ചു. ആ, രേഷ്മ അവളുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നൊരു കാര്യം, ആശുപത്രിയിൽ നിന്ന് മീര ഇവിടേക്ക് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല, പറഞ്ഞേക്കാം. മീനാക്ഷിയമ്മ വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. പോലീസ് കേസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഗോകുൽ കുളിച്ചതും മറ്റും. അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും മറ്റുമായി അവൻ ആശുപത്രിയിലേക്ക് മടങ്ങുകയും ചെയ്തു. അവിടെ എത്തുമ്പോൾ മുറിക്ക് മുന്നിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. ഗോകുലിൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. മീരയ്ക്ക് എന്തെങ്കിലും? ആളുകളെ തള്ളിമാറ്റി അവൻ മുറിയിൽ കയറി. മുറിക്കുള്ളിൽ SI സത്യപാലനും പോലീസുകാരും. ഡോക്ടർ SIയോട് കയർക്കുന്നു. എൻ്റെ പേഷ്യൻ്റാണ് മീര. എന്നോട് അനുവാദം ചോദിക്കാതെ ഈ മുറിയിൽ കയറാനും മീരയെ ക്വസ്റ്റ്യൻ ചെയ്യാനും നിങ്ങൾക്ക് ആരെ അനുവാദം തന്നു? ഞങ്ങൾ കൊലപാതകി എന്ന് സംശയിക്കുന്ന ഒരാളെ ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട ഡോക്ടർ. അതുപോലെ തന്നെ ആവശ്യമെന്ന് കണ്ടാൽ ഇവളെ ഞാൻ കസ്റ്റഡിയിലെടുക്കും.
SI വെല്ലുവിളി പോലെ പറയുകയാണ്. അത് നടക്കില്ല ഇൻസ്പെക്ടർ. ഈ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാതെ ഇവളെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ കോടതിയുടെ അനുമതി എന്നെ കാണിക്കേണ്ടി വരും. അത് കേട്ട് പുച്ഛിക്കുന്ന മട്ടിൽ SI ചിരിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്നതുവരെ ഇവൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും. ഈ മുറിക്ക് പുറത്ത് പോലീസ് കാവലുണ്ടായിരിക്കും. ആരൊക്കെ നോക്കിയാലും ഇവൾ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. തറ ചവിട്ടിക്കുലുക്കി പുറത്തേക്ക് വന്ന SI നോക്കിയത് ഗോകുലിൻ്റെ മുഖത്തേക്കാണ്. ബദ്ധവൈരികളെപ്പോലെ ഒരു നിമിഷം അവരുടെ കണ്ണുകൾ കോർത്തു. പിന്നെ ഒരു കോൺസ്റ്റബിളിനെ അവിടെ നിർത്തിയിട്ട് SI മടങ്ങി. ആളുകൾ പിരിഞ്ഞു. ഡോക്ടർ ഗോകുലിൻ്റെ തോളിൽ ഒന്ന് തട്ടുക മാത്രം ചെയ്തു. കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് ദാസപ്പൻ ദയനീയമായി വിളിച്ചു. എന്തൊക്കെ പോകണം കേടാ ആ SI മീരക്കുഞ്ഞിനോട് പറഞ്ഞത്. ഈ കുഞ്ഞു പോലും കരയായിരുന്നു. സാരമില്ല ദാസപ്പെട്ട. അവൻ മീരയുടെ അടുത്തെത്തി. അവളുടെ വിതുമ്പൽ അടങ്ങിയിരുന്നില്ല. ഉടൽ അപ്പോഴും കിടങ്ങുന്നത് ഗോകുൽ കണ്ടു. സാരമില്ല മോളെ. അവൻ അവളുടെ മുടിയിൽ തഴുകി. ഗോകുൽ, ഞാനല്ല സബിതയെ. അവളുടെ ശബ്ദം ചിലമ്പി. എനിക്കറിയാം. അവൻ്റെ മുഖം മാറി. ഞാനത് തെളിയിക്കുന്നുണ്ട്. വേണ്ട ഗോകുൽ, വഴക്കിനൊന്നും പോകല്ലേ. എല്ലാം അറിയുന്ന ഈശ്വരൻ എന്നെ രക്ഷിക്കും. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. പിന്നെ പുറത്തേക്ക് നടന്നു. വാതിൽക്കൽ നിന്നിരുന്ന പോലീസുകാരനെ നോക്കി. സൂക്ഷിച്ചു നിന്നോണ പോലീസേ, അല്ലെങ്കിൽ മീര ചാടിപ്പോയി കളയും. പോലീസുകാരൻ എന്തോ പറയാനാഞ്ഞു. അത് ശ്രദ്ധിക്കാതെ ഗോകുൽ പോയി. നേരെ ഗോകുലത്തിലേക്ക് വീണ്ടും. രാധികെ സിറ്റിംഗ് റൂമിലേക്ക് കയറിയതും അവൻ അലറി പോയി. ആ വീട് പോലും കിടുങ്ങിപ്പോയി. ഇത്രയും അരികിലായിരുന്ന രാധിക സാജനെയും ശാന്തയെയും ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് വന്നു. സംശയത്തോടെ സാജനും ശരത്തും കമലയും, ഒന്നും പിടികിട്ടാതെ രേഷ്മയും. എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്കൊക്കെ തോന്നിയിരുന്നു. കാരണം ചേച്ചി എന്ന് മാത്രം രാധികയെ വിളിച്ചിട്ടുള്ള ഗോകുലാണ് ഇപ്പോൾ പേര് ചൊല്ലി വിളിക്കുന്നത്. തൻ്റെ മുറിയിൽ നിന്ന് മീനാക്ഷി അമ്മയും പുറത്തു വന്നു. അവർക്ക് സംശയം പുകഞ്ഞു തുടങ്ങിയിരുന്നു. കോണിപ്പടിക്ക് മുകളിൽ നിന്ന് രാധിക ഗോകുലിനെ നോക്കി. എന്താടാ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. നീ കാര്യം പറഞ്ഞാലേ നീ വരത്തുള്ളോ? അപ്പോഴേക്കും മീനാക്ഷി അമ്മ മുന്നിലെത്തി. ചുമ്മാതെ മോളെ, നീ വരണ്ട. ഭാര്യയുടെ വാക്കുകൾ വല്ലതും കേട്ടിട്ട് വന്നതായിരിക്കും ഇവൻ. ഞാൻ ആരുടെയും വാക്കുകൾ കേട്ടിട്ട് വന്നതല്ല. എനിക്കൊരു സത്യം അറിയണം. രാധിക ഒന്ന് വിളറിയെങ്കിലും പറഞ്ഞു. എനിക്ക് നിന്നോട് സംസാരിക്കാൻ മനസ്സില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഒറ്റക്കുതിപ്പിന് അവൻ കോണിപ്പടികൾ ഓടിക്കയറി. രാധികയ്ക്ക് പിന്മാറാൻ കഴിഞ്ഞില്ല. അവളുടെ കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ താഴെ എത്തി. വിടടാ അവളെ. മീനാക്ഷിയമ്മ തടയാനാഞ്ഞു. അടുക്കരുത്. പറയുന്നതിനിടയിൽ തന്നെ അവൻ കൈ വലിച്ച് രാധികയുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. കവിൾ പൊത്തിക്കൊണ്ട് അവൾ ഒരു വശത്തേക്ക് വേച്ചു. എടാ. മീനാക്ഷിയമ്മ അവനെ അടിക്കാൻ കൈയോങ്ങി. തൊട്ടുപോകരുത്. അവൻ മീനാക്ഷിയമ്മയെ അവരുടെ മുറിയിലേക്ക് തന്നെ തള്ളിക്കയറ്റി വാതിൽ പുറത്തുനിന്ന് ഓടാമ്പിലിട്ടു. കുറച്ചു നേരം അവിടെ കിടക്ക്. എടാ, വാതിൽ തുറക്കാൻ. അവർ വാതിലിൽ അടിച്ച് ബഹളം വച്ചു. അവനത് ശ്രദ്ധിക്കാതെ വീണ്ടും രാധികയുടെ മുന്നിലെത്തി. അപ്പോഴേക്കും സാജനും ശരത്തും ഓടി വന്നു. ഗോകുലേ, നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്തൊക്കെയായി കാണിക്കുന്നത്? വേണ്ട ഏട്ടന്മാരെ, അവൻ കൈ ചൂണ്ടി. ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുകയാ. ഗോകുലിൻ്റെ അഭാവം കണ്ട് ഇരുവരും ഭയന്നു പോയി. ശാന്തയും കമലയും രേഷ്മയും കാര്യമൊന്നും പിടികിട്ടാതെ പകച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനൊരു സത്യം തെളിയിക്കാൻ പോവുകയാണ്. എല്ലാവരോടുമായി പറഞ്ഞിട്ട് ഗോകുൽ രാധികയ്ക്ക് നേരെ തിരിഞ്ഞു. എങ്ങനെയാ സബിത മോളെ മരിച്ചത്? വിഷം കൊടുത്തിട്ട്. രാധിക മുഖത്തടിക്കും പോലെ ചീറി. ആര് കൊടുത്തു? നിന്റെ ഭാര്യ. നീ കണ്ടോ? അവളൊന്ന് പരുങ്ങി. ഇല്ലല്ലോ. പിന്നെ നീ എങ്ങനെ തറപ്പിച്ച് പറയാൻ കാരണം? ആ നേരത്തെ ഞങ്ങൾ രണ്ടുപേരുമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് സമ്മതിച്ചല്ലോ. മീര ചായയിൽ വിഷം കലർത്തിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ സാധ്യത നിനക്കാണ് അല്ലേ? ഞാനെതിരത് ചെയ്യണം? അത് തന്നെയേ എനിക്കും അറിയേണ്ടത്. അവൻ മുന്നോട്ട് നീങ്ങി ഒരടി കൂടി പാസാക്കി. ഇത്തവണ രാധിക തറയിൽ വീണു. സാജനും ശരത്തും പരസ്പരം നോക്കിയതല്ലാതെ അനങ്ങിയില്ല. മോനെ സാജ, ഈ വാതിലൊന്ന് തുറന്നേടാ, മീനാക്ഷിയമ്മ വിളിച്ചു പറഞ്ഞു. പക്ഷേ സാജൻ അത് ശ്രദ്ധിച്ചില്ല. ഗോകുൽ രാധികയെ വലിച്ചുയർത്തി. അവളുടെ ചുണ്ട് പൊട്ടി ചോര ഒഴുകുന്നുണ്ടായിരുന്നു. പറയടി, ആരാ ചായയിൽ വിഷം കലർത്തിയത്? മീര. ഗോകുൽ അവളുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് ഒന്നുവട്ടം കറക്കി. പിന്നെ കാലുയർത്തിയിട്ട് ചവിട്ട്. അയ്യോ. അവൾ പ്രാണൻ പോകുന്നത് പോലെ വിലപിച്ചു. മിണ്ടരുത്, നിന്നെ ഇന്ന് കൊല്ലും ഞാൻ. ഗോകുൽ അവളെ സെറ്റിയിലേക്ക് മറിച്ചിട്ട് പുറത്ത് ചവിട്ടിപ്പിടിച്ചു. പിന്നെ വലത് കൈ പിടിച്ചുയർത്തി ഒന്ന് തിരിച്ചു. സത്യം പറയാൻ ഒരേയൊരു അവസരം കൂടിയുണ്ട് നിനക്ക്, അല്ലെങ്കിൽ നിന്റെ ഈ കൈ ഞാനിന്ന് പിഴുതെടുക്കും. ഗോകുൽ അവളെ കൊല്ലുമെന്ന് തോന്നി. സാജനും ശരത്തും മുന്നോട്ടായാൻ ഭാവിക്കുമ്പോഴാണ് രാധിക പറഞ്ഞത്. എന്നെ വിടു ഗോകുൽ, ഞാൻ സത്യം പറയാം. സാജനും ശരത്തും വീണ്ടും നിന്നു. എടി, ആവശ്യമില്ലാത്തതൊന്നും വിളിച്ചു പറയരുത്. മുറിക്കുള്ളിൽ നിന്ന് മീനാക്ഷി അമ്മയുടെ ശബ്ദം. ഗോകുൽ ഒന്നുകൂടി കൈ തിരിച്ചു. ഞാനാ അവൾക്ക് വിഷം കൊടുത്തത്, രാധിക നിലവിളിച്ചു. കേട്ടല്ലോ സത്യം എന്താണെന്ന്? ഇവളുടെ നാവിൽ നിന്ന് തന്നെ കേട്ടല്ലോ. ഗോകുൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് രാധികയുടെ കയ്യിലെ പിടിവിട്ടു. പിന്നെ അവളുടെ മുഖം ഓരോരുത്തരുടെയും നേരെ തിരിച്ചു.
സബിതമോളെ വിഷം കൊടുത്തു കൊന്നവളാണ് ഈ പൂതന. അവൻ മന്ദഹസിച്ചു. ഈശ്വര! കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ രേഷ്മ കൈവരിയിൽ അമർത്തിപ്പിടിച്ചു. തൻ്റെ പൊന്നുമോളെ കൊന്നത് രാധിക. തറയിൽ കുഴഞ്ഞു വീഴും താനെന്ന് രേഷ്മയ്ക്ക് തോന്നി. മറ്റുള്ളവരും ധരിച്ചു നിൽക്കുകയാണ്. സാജനും ശരത്തും മുഖാമുഖം നോക്കി. ഇല്ല, അവൾ കള്ളം പറയുകയാ. ഗോകുലിനെ പേടിച്ചിട്ട്. നിങ്ങളാരും അത് വിശ്വസിക്കരുത്. മുറിക്കുള്ളിൽ നിന്ന് മീനാക്ഷി അമ്മയുടെ ശബ്ദം. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ ശാന്തയുടെ കൈ വിടുവിച്ച് രേഷ്മ കോണിപ്പടികൾ ഇറങ്ങി വന്നു. ആ മുഖത്ത് ഒരു കടുത്ത ഭാവം. ഗോകുൽ സംശയത്തോടെ അവളെ നോക്കി. രേഷ്മ രാധികയുടെ മുന്നിൽ വന്നു നിന്നു. ചേച്ചി വിലപിച്ചുകൊണ്ട് രാധിക തുടർന്നു. എന്നോട് പൊറുക്കണം. രേഷ്മയുടെ കണ്ണുകൾ ഒന്ന് കത്തി. അവളുടെ ചുണ്ടുകൾ മാത്രം ചലിച്ചു. എന്തിനാണ് നീ അത് ചെയ്തത്? ചേച്ചി ഞാൻ പറയടി. രേഷ്മ പല്ലിഞ്ഞരിച്ചു. അത് പിന്നെ അമ്മ പറഞ്ഞു മീരയ്ക്ക്. പക്ഷേ അബദ്ധത്തിൽ സബിതമോള്. ഏതാനും വാക്കുകൾക്കുള്ളിൽ തന്നെ സത്യം ഏവർക്കും ബോധ്യപ്പെട്ടു. അനുജത്തിയുടെ കണ്ണുകളിലേക്ക് തന്നെ ദൃഷ്ടിയുറപ്പിച്ച് ഏതാനും നിമിഷം നിന്നു രേഷ്മ. അടുത്ത നിമിഷം കൈ വലിച്ച് അവളുടെ കരണത്തടിച്ചു. നിന്നെയും ആ മുറിയിലുള്ള പിശാചിനെയും കൊല്ലുകയാണ് വേണ്ടത്. രേഷ്മ മീനാക്ഷിയമ്മയുടെ മുറിക്ക് നേരെ കൈ ചൂണ്ടി. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എന്നാൽ ഒന്നോർത്തോ, എനിക്കിനി ഇങ്ങനെ ഒരു അനുജത്തിയും അമ്മയുമില്ല. രേഷ്മ ഗോകുലിന് നേരെ തിരിഞ്ഞു. മാപ്പ്. അവൻ്റെ മറുപടിക്ക് പോലും കാക്കാതെ അവൾ കോണിപ്പടികൾ കയറിപ്പോയി. വേച്ച് രാധികയ്ക്ക് ആരെയും നോക്കാനുള്ള കരുത്തില്ലായിരുന്നു. അവൾ തല കുനിച്ചു നിന്നു. ഗോകുൽ ചെന്ന് മീനാക്ഷിയമ്മയുടെ മുറി തുറന്നു. പരാജിതയായി കിടക്കയിൽ ഇരിക്കുകയായിരുന്നു മീനാക്ഷിയമ്മ. ഗോകുൽ അകത്തു കടന്ന് അവരുടെ കൈ പിടിച്ച് ബലമായി പുറത്തേക്ക് കൊണ്ടുവന്ന് സാജനും ശരത്തിനു മുന്നിൽ നിർത്തി. അവൻ പറഞ്ഞു, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തുടങ്ങിയതാണ് ഈ ദുഷ്ടതരം. എൻ്റെ അച്ഛൻ്റെ കാല് നിങ്ങൾ വെട്ടിച്ചു. എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഇക്കാലം അത്രയും വച്ച് അനുഭവിച്ചു. സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ച് മാല ചാർത്തി. വാസ്തവത്തിൽ നിങ്ങളുടെ പെൺമക്കൾ ഇത്രയും തൻ്റെടികളും സ്വയം നശിക്കുന്നവരും ആകുവാൻ ഇടയാക്കിയത് നിങ്ങൾ തന്നെയല്ലേ? മീനാക്ഷിയമ്മ ക്ഷണത്തിൽ വിയർത്തു. ഗോകുൽ, സാജൻ വിളിച്ചു. അതേട്ടാ, ഞാൻ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ മകനല്ലെന്നും അനുജനല്ലെന്നും എന്നെക്കാൾ നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നല്ലേ? സാജന് മിണ്ടാട്ടമില്ല. എന്നാൽ ശാന്തയും കമലയുമാകട്ടെ അമ്പരപ്പിൽ നിൽക്കുകയാണ്. അവൻ മീനാക്ഷിയമ്മയ്ക്ക് നേരെ കൈച്ചൂണ്ടി. മീരയുടെ സ്വത്തുക്കൾ നിങ്ങൾ കൈവശപ്പെടുത്തിയതുപോലെയല്ല എൻ്റെ കാര്യം. അണാ പൈസയില്ലാതെ ഒക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കും. അത് നിങ്ങളെ കൊന്നിട്ടായാലും. അവൻ വെട്ടിത്തിരിഞ്ഞു. പിന്നെ എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു നോക്കി. ഞാൻ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ എത്തുമ്പോൾ മീരയുടെ പേരിൽ പോലീസിൽ നൽകിയ പരാതി ഉണ്ടായിരിക്കാനും അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാരനെ കാണാനും പാടില്ല. അങ്ങനെ വന്നാൽ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. നിങ്ങളെ ഇവിടെയിട്ട് പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. ഗോകുൽ വാതിൽ കടന്നുപോയി. മക്കളെ, അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലടാ. ഒരാശ്രയത്തിന് എന്നവണ്ണം മീനാക്ഷിയമ്മ സാജൻ്റെയും ശരത്തിൻ്റെയും നേരെ തിരിഞ്ഞു. അവരും പക്ഷേ അനിഷ്ടത്തോടെ മുഖം വെട്ടിച്ച് കോണിപ്പടികൾ കയറിപ്പോയി. ഓഹോ, ഈ അമ്മയെ ഇപ്പോൾ നിനക്കൊക്കെ പുച്ഛമാണല്ലേ? ഒന്നോർത്തോടാ നീയൊക്കെ. നിനക്കൊക്കെ വേണ്ടിയാടാ ഈ അമ്മ ഇതൊക്കെ ചെയ്തത്. എന്നിട്ടിപ്പം ഇല്ലടാ, നീയൊന്നും ഗുണപിടിക്കത്തില്ല. ആൺമക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കിയത് കൂടിയില്ല. മീനാക്ഷിയമ്മയുടെ രോഷം രാധികയോടായി. നീ ഒരുത്തിയല്ലടി എല്ലാം തകിടം മറിച്ചത്. അമ്മയെ ചതിക്കാൻ നിൽക്കുന്ന ശവം. രാധിക അവരെ രൂക്ഷമായി ഒന്ന് നോക്കി. കോണിപ്പടിക്ക് മുകളിൽ രേഷ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് പരാതിയില്ലെന്ന് ഞാൻ ഇൻസ്പെക്ടറെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട. നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. നെഞ്ചു പൊടിയുന്ന വേദനയുടെ രേഷ്മ തൻ്റെ മുറിയിൽ കടന്ന് വാതിലടച്ചു. മീനാക്ഷിയമ്മയ്ക്ക് അസ്വസ്ഥത പെരുകുകയായിരുന്നു. കാര്യങ്ങളെല്ലാം ഗോകുൽ അറിഞ്ഞ നിലയ്ക്ക് ഇനി അവൻ വെറുതെ ഇരിക്കുമെന്ന് കരുതാനാവില്ല. അവർ ഉടനെ സെൽഫോൺ എടുത്ത് പ്രസാദിൻ്റെ നമ്പർ കുത്തി. എന്താ ആൻറ്റി? അപ്പുറത്ത് പ്രസാദിൻ്റെ ശബ്ദം. എനിക്ക് നിന്നെ കാണണം ഉടനെ. ഞാനങ്ങോട്ട് വരാം. നീ എവിടെ കാണും? അവൻ സ്ഥലം പറഞ്ഞു കൊടുത്തു. മീനാക്ഷിയമ്മ വേഗം വേഷം മാറി കാറിൻ്റെ താക്കോലും എടുത്തുകൊണ്ടിറങ്ങി. കഥ തുടരും.